സ്റ്റാർട്ട് ചെയ്യല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോ ഇന്ന് നമുക്ക് 16 ക്വസ്റ്റ്യൻ നോക്കാം. കാരണം എന്ന് വെച്ചാൽ വേറെ കുറച്ച് പണിയും കൂടെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദി ആവറേജ് ഓഫ് ദി സെറ്റ് ഓഫ് സ്കോർസ് 556, 231, 678, 989, 342, 715. ഇതിന്റെ ആവറേജ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ചെയ്യാൻ അറിയാലോ എല്ലാവർക്കും. എടാ എല്ലാരും ഈ മൈക്ക് ഒന്ന് ഓഫ് ചെയ്തേ. മൈക്ക് എല്ലാരും മൈക്ക് ഒന്ന് ഓഫ് ചെയ്തേ. ഓക്കെ. അപ്പൊ ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാലോ. ഇതെന്താ ചെയ്യേണ്ടത്? ഹലോ. ആവറേജ് കണ്ടുപിടിക്കാൻ വേറെ ഒന്നുമില്ല, തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ സമ്മ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിന്റെ ആവറേജ് കിട്ടും. ഓക്കെ. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? 556 പ്ലസ് 231 പ്ലസ് 678 പ്ലസ് 989 പ്ലസ് 342 പ്ലസ് 715. ഇത് ഇത്രയും കൂടെ സം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആൻസർ വരുന്നത്? ഹലോ, ഒന്ന് സം ചെയ്തിട്ട് പറഞ്ഞ എത്രയാണ് കിട്ടുന്നതെന്ന്. ദിലീപ് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തേ. ദിലീപ് മൈക്ക് മ്യൂട്ട് ചെയ്തേ. മൈക്ക് ആരെങ്കിലും ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാരും മ്യൂട്ട് ചെയ്തേ. ഓക്കെ. അപ്പോ ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ദി ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. അപ്പൊ ഇത് ഇത്രയും കൂടെ സം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സം ചെയ്ത് നോക്കാം. 500 ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഒന്നും കിട്ടില്ല കേട്ടോ, അവിടെ പേപ്പർ തരും, പേപ്പറിൽ ചെയ്ത് നോക്കാം. 556 പ്ലസ് 231 പ്ലസ് 678 പ്ലസ് 989 പ്ലസ് 342 പ്ലസ് 715. ഇത്രയും ചെയ്യുമ്പോൾ 3511 വരും. ഓക്കെ, 3511. അപ്പോ 3511 ഡിവൈഡഡ് ബൈ 1 2 3 4 5 6 ടേംസ് ഉണ്ട്. ഓക്കെ, 556 451 231. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഒരു ടേമും കൂടെ ഉണ്ട്, 455 എന്നുള്ള ഒരു ടേമും കൂടെ ഉണ്ട്. ഓക്കെ. അപ്പോ നമ്പർ ഓഫ് ടേംസ് സം ചെയ്യണം. ഇവിടെ എത്ര ടേംസ് ഉണ്ടോ അത്രയും ടേംസിന്റെ സം എടുക്കണം. അതായത് 556 പ്ലസ് 451 പ്ലസ് 231 പ്ലസ് 678 പ്ലസ് 989 പ്ലസ് 342 പ്ലസ് 715. ഓക്കെ. അപ്പൊ ഇത്രയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ കൂടെ ഈ 455 കൂടെ ആഡ് ചെയ്യണം. അതവിടെ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോ 3966 വരും. ഓക്കെ. അപ്പൊ 3966 വരുമ്പോഴത്തേക്കും 3966 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്, അതായത് 1 2 3 4 5 6 7 ടേംസ് ഉണ്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ് കിട്ടുന്നത്? ആവറേജ്
566 455 plus 566 plus 231 plus 678 plus 989 342 plus 715 566 plus 455 plus 31 plus 678 plus 189 plus 342 plus 715 3976 ആണ് 3976 divided by 7 3976 divided by 7 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത് 568 ഓക്കെ 568 ആണ് ആൻസർ മനസ്സിലായത് എങ്ങനെ ചെയ്യേണ്ടത് ആവറേജ് കണ്ടുപിടിക്കാൻ വേറെ ഒന്നുമില്ല സം ഓഫ് ഓൾ ദ ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് അപ്പൊ ഇവിടുത്തെ ടേംസ് എന്ന് പറയുന്നത് 556 പ്ലസ് 455 plus 231 plus 678 plus 989 plus 342 plus 715 ഇതെല്ലാം കൂടെ സം ചെയ്യുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ഇവിടെ മൊത്തം 7 ടേംസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആവറേജ് കിട്ടും ഓക്കെ ഡൗട്ട് ഉണ്ടോ ഹലോ ഓക്കെ അപ്പോൾ ഇത് സിമ്പിൾ ആണ് 568 ആണ് എന്റെ ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ആവറേജ് ഓഫ് ടു നമ്പർ രണ്ട് നമ്പറിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ m ആണ് അപ്പൊ ആ രണ്ട് നമ്പർ ഏതെന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് അതിനെ നമ്മൾ എന്തായിട്ട് എടുത്തു എയും ബിയും ആയിട്ട് എടുത്തെന്ന് വിചാരിച്ചു ഓക്കെ അപ്പൊ എയും ബിയും ആണ് നമ്മൾ ആ രണ്ട് നമ്പർ ആയിട്ട് എടുത്തതെന്ന് വിചാരിച്ചു അപ്പൊ ആവറേജ് ഓഫ് ടു നമ്പർ രണ്ട് നമ്പറിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ m ആണ് നമുക്കറിയാം ആവറേജ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ a ഈക്വൽ ടു സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ഓക്കെ അപ്പൊ ഇവിടെ ആ രണ്ട് നമ്പർ ഏതെന്ന് അറിഞ്ഞൂടാ അതുകൊണ്ട് ആ രണ്ട് നമ്പറിനെ നമ്മൾ എയും ബിയും ആയിട്ട് എടുത്തെന്ന് വിചാരിച്ചു അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് ടു നമ്പർ ഈസ് m അപ്പൊ എന്താവും a പ്ലസ് ബി ബൈ നമ്പർ ഓഫ് ടേംസ് എത്രയാവും എയും ബിയും ഇല്ലേ അതെന്ന് പറഞ്ഞാൽ രണ്ട് ടേംസ് ആയില്ലേ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എമ്മിന് ഈക്വൽ ആണ് ഓക്കെ എം എന്ന് പറഞ്ഞാൽ അതിന്റെ ആവറേജ് ആണ് അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആ രണ്ട് നമ്പർ ഏതെന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് അതിന് രണ്ടിനെ നമ്മൾ എയും ബിയും ആയിട്ട് എടുത്തു ഡിവൈഡഡ് ബൈ രണ്ട് നമ്പർ ഉണ്ട് അപ്പൊ ഡിവൈഡഡ് ബൈ 2 അതായിരിക്കും അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്പർ n ആണെന്നുണ്ടെങ്കിൽ അടുത്ത നമ്പർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമുക്കറിയാം a പ്ലസ് ബി ഇതുവരെ മനസ്സിലായി m ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ബൈ 2 എന്നാണ് വരാൻ ഓക്കെ അപ്പൊ a പ്ലസ് ബി എന്താവും m ഇൻറ്റു 2 ആവൂലേ ഇല്ലെങ്കിൽ 2m എന്നാവൂലേ m ഇൻറ്റു 2 അല്ലെങ്കിൽ 2m ആവും a പ്ലസ് ബി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ n ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്പർ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ബിനെ നമ്മൾ n ആയിട്ട് എടുത്താൽ ഓക്കെ a പ്ലസ് ബിന് വരെ n എന്ന് എടുത്തെന്ന് വിചാരിച്ചോ തന്നിട്ടുണ്ട് ആ ഒരു നമ്പർ n ആണെന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം മറ്റേ നമ്പർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ മറ്റേ നമ്പർ എന്ന് പറഞ്ഞാൽ a ആണ് a വിൽ ബി ഈക്വൽ ടു 2m മൈനസ് n ആവും ഓക്കെ ഡൗട്ട് ഉണ്ടോ ഡൗട്ട് ഉണ്ടോ ഇവിടെ നിങ്ങൾ എന് നിങ്ങൾ n കൊടുത്താലും സെയിം തന്നെ വരാൻ പോകുന്നു മറ്റേ നമ്പർ എന്താവും b ഈക്വൽ ടു 2m മൈനസ് n ആവും അത് നിങ്ങൾക്ക് ഏത് വേണോ കൊടുക്കാം എനോ ബിനോ നിങ്ങൾക്ക് n കൊടുക്കാം മനസ്സിലായോ ആവറേജ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ m ആണെന്ന് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആവറേജിന്റെ ഫോർമുല അറിയാം ആവറേജ് ഈക്വൽ ടു സം ഓഫ് ഓൾ ദി ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് അപ്പൊ ഇവിടെ രണ്ട് ടേംസിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ m എന്ന് തന്നിട്ടുണ്ട് അപ്പൊ ആ രണ്ട് നമ്പർ നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ നമ്മൾ എയും ബിയും ആയിട്ട് എടുത്തു അപ്പോ എയും ബി അതായത് a പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 നമ്പർ ഓഫ് ടേംസ് വിൽ ബി ഈക്വൽ ടു m എന്ന് തന്നിട്ടുണ്ട് അതിൽ ഒരു നമ്പർ n ആണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്പർ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്
അപ്പൊ ഇവിടെ നമുക്ക് എ പ്ലസ് ബി അതിന്റെ രണ്ടിന്റെയും കൂടെ ആ രണ്ട് നമ്പറിന്റെ സം എന്ന് പറഞ്ഞാൽ 2m എന്ന് നമുക്ക് കിട്ടി. എ പ്ലസ് ബി ഈക്വൽ ടു 2m. അപ്പോ അവിടെ നമുക്ക് ഒരു നമ്പർ n ആണ് തന്നിട്ടുണ്ട്. എക്കോ ബിക്കോ നിങ്ങൾക്ക് n കൊടുക്കാം. എന്നിട്ട് ആ n നമുക്ക് ഈക്വൽ ടുന്റെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോ മറ്റേ നമ്പർ ആയില്ലേ, 2m മൈനസ് n. ഇത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ആവറേജ് മാർക്ക് ഓഫ് a student in 7 subject is 75. ഒരു കുട്ടിയുടെ 7 സബ്ജക്റ്റിന്റെ ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ 75 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോ ആ സബ്ജക്റ്റുകൾ, ആ ഒരു 7 സബ്ജക്റ്റിന്റെ സമ്മ്, ആ ഒരു 7 സബ്ജക്റ്റിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ നമ്മൾ എ ആയിട്ട് എടുത്തെന്ന് വിചാരിച്ചു. അതായത് ഇപ്പൊ മൊത്തം 7 സബ്ജക്റ്റ് ഉണ്ട്. ഈ 7 സബ്ജക്റ്റിന് ഒരു സബ്ജക്റ്റിന് 35, അടുത്തതിന് 25, പിന്നെ 37, 42, അങ്ങനെ 7 സബ്ജക്റ്റിന്റെയും കൂടെ സമ്മ്, കിട്ടിയ മാർക്കിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ നമ്മൾ എ ആയിട്ട് എടുത്തെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ എ ഡിവൈഡഡ് ബൈ 7. ഓക്കെ, 7 സബ്ജക്റ്റ് ഇല്ലേ, അതെന്ന് പറഞ്ഞാൽ 75 ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ദ ആവറേജ് മാർക്ക് ഓഫ് എ സ്റ്റുഡന്റ് ഇൻ 7 സബ്ജക്ട് ഈസ് 75 എന്ന് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഹിസ് ആവറേജ് ഇൻ 6 സബ്ജക്ട്, 6 സബ്ജക്റ്റിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഡിങ് സയൻസ്, ഒരു സബ്ജക്ട് ഇതിൽ നിന്ന് കുറഞ്ഞു. ഓക്കെ, ഹിസ് ആവറേജ് ഇൻ 6 സബ്ജക്ട് എക്സ്ക്ലൂഡിങ് സയൻസ്. 7 സബ്ജക്ട് ഉണ്ടെങ്കിൽ അതിൽ ഒരു സബ്ജക്ട് സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എക്സ്ക്ലൂഡിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്, കുറയ്ക്കുക എന്നാണ്. കുറയ്ക്കുകയല്ല, ഐ മീൻ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ 7 സബ്ജക്ട് ഉണ്ടെങ്കിൽ അതിൽ 6 സബ്ജക്ട് എക്സ്ക്ലൂഡിങ് സയൻസിനെ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കിയപ്പം ബാക്കി എത്ര സബ്ജക്റ്റ് ആണ് ടോട്ടൽ ഉള്ളത്? 6 സബ്ജക്റ്റ് അല്ലേ ബാക്കിയുള്ളത്. അപ്പൊ ആദ്യത്തെ സം എന്ന് പറഞ്ഞാൽ 7 ആണെന്നുണ്ടെങ്കിൽ, ആദ്യം 7 സബ്ജക്റ്റിന് കിട്ടിയത് 7 സബ്ജക്റ്റിന്റെ സം എന്ന് പറഞ്ഞാൽ 7 ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സയൻസിന്റെ മാർക്ക് നമ്മൾ കുറച്ചാൽ -b എന്ന് എഴുതിക്കൂടെ? കാരണം എന്ന് വെച്ചാൽ സയൻസിന് എത്ര മാർക്ക് കിട്ടിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവിടെ ആവറേജ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 72 ആണ്. സയൻസ് കൂടാതെ ബാക്കിയുള്ളതിന്റെ സമ്മ്, അതായത് ബാക്കിയുള്ള 6 സബ്ജക്റ്റിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 72 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സയൻസിന്റെ മാർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ബി ആയിട്ട് എടുത്ത് അതിൽ നിന്ന് കുറച്ചാൽ പോരെ. ഇവിടെ എ ടോട്ടൽ ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ 7 സബ്ജക്റ്റിന്റെയാണ്. ഈ 7 സബ്ജക്റ്റിൽ നിന്ന് ആ ഒരു സയൻസിന്റെ സബ്ജക്ട് കുറച്ച് കഴിഞ്ഞാല് ടോട്ടൽ സബ്ജക്റ്റിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 6 ആവത്തില്ലേ? ഓക്കെ, മനസ്സിലായോ? ഹലോ, ഓക്കെ. അപ്പോ a മൈനസ് ബി ബൈ 6 ഈക്വൽ ടു 72 എന്നുള്ള നമുക്കൊരു ഇത് കിട്ടി, ഒരു ഫോർമുല കിട്ടി. അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് എ കിട്ടത്തില്ലേ, a ഈക്വൽ ടു 75 into 7 കിട്ടില്ലേ? കാരണം എന്ന് വെച്ചാൽ ഈ 7 ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ a വിൽ ബി ഈക്വൽ ടു 75 into 7 ആവും. 75 into 7 എത്രയാ? 525 ആണ്. ഓക്കെ, 525 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്താ എഴുതാം? 525 മൈനസ് ബി ബൈ 6 ഈക്വൽ ടു 72 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, കാരണം ഈ എന്റെ സ്ഥാനത്ത് ഇതിനെ ഇക്വേറ്റ് ചെയ്തു. അടുത്ത നമ്മൾ ഇവിടെ നമ്മൾ ബി കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ബി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ 525 അവിടെ തന്നെ വെക്കുക. ഈ 525 മൈനസ് ബി ഈക്വൽ ടു 72 into 6. കാരണം ഈ 6 ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോയപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയി. ഇവിടെ നമ്മൾ ബി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ബി അപ്പൊ ഇവിടെ ഈ 72 into 6 എത്രയാണ്? 72 into 6 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 72 into 6 432. ഓക്കെ, അപ്പോ ഇതെന്ന് പറഞ്ഞാൽ 432 ഒന്ന് കിട്ടി. 525 മൈനസ് ബി എന്ന് പറയുന്നത് 432 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാ? ഈ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്ത് മൈനസിലാണ് ഈ ഒരു ബി കിടക്കുന്നത്. ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് പോകുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പൊ ബി വിൽ ബി ഈക്വൽ ടു ഈ 525 മൈനസ് 432. ഓക്കെ, 525 മൈനസ് 432 എന്ന് പറഞ്ഞാൽ 93 കിട്ടി. അപ്പൊ ബിന്റെ വാല്യൂ നമുക്ക് 93 എന്ന് കിട്ടി. അപ്പൊ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, ഹൗ മച്ച് മാർക്ക് ഡിഡ് ഹി ഗെറ്റ് ഇൻ ദ സയൻസ്? കാരണം
ആ ടോട്ടലിൽ നിന്ന് സയൻസിന്റെ മാർക്ക് കുറച്ചപ്പോൾ ബാക്കിയുള്ള സബ്ജക്ട് എന്ന് പറഞ്ഞാൽ 6 സബ്ജക്റ്റ് ആണ് ഉള്ളത്. അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 72 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ബിന്റെ വാല്യൂ 93 എന്ന് കിട്ടി. 93 ആണ് ആൻസർ. ഡൗട്ട് ഉണ്ടോ? ഹലോ, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ, ഒന്നും കൂടെ പറഞ്ഞു. ഓക്കെ, അപ്പോ ഇതിന്റെ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആവറേജ് മാർക്ക് ഓഫ് എ സ്റ്റുഡന്റ് ഇൻ 7 സബ്ജക്ട് 75 എന്നാണ് തന്നിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡന്റിന് മൊത്തം 7 സബ്ജക്ട് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ 7 സബ്ജക്റ്റിന് പല മാർക്ക് കിട്ടി. ഈ പല കിട്ടിയ മാർക്കിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 75 എന്നാണ് തന്നിട്ടുള്ളത്. അതായത് നമുക്കറിയാം ഈ ആവറേജ് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത്, അതായത് ഈ 75 എന്ന് പറയുന്നത് ഈ കിട്ടിയ സബ്ജക്റ്റിന്റെ മാർക്കുകളുടെ എല്ലാ സമ്മ് ഡിവൈഡഡ് ബൈ എത്ര സബ്ജക്റ്റുകളുണ്ടോ, അതായത് 7 സബ്ജക്റ്റ് ഉണ്ട്. അതാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, A/7 = 75. നമുക്ക് കാരണം വെച്ചാൽ ആ മാർക്കുകളുടെ സമ്മ് നമുക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് നമ്മൾ A ആയിട്ട് എടുത്തു. അടുത്ത നമ്മൾ എന്താ ചെയ്തത്, അടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹിസ് ആവറേജ് ഇൻ 6 സബ്ജക്ട്, ഓക്കെ, എക്സ്ക്ലൂഡിങ് സയൻസ്. സയൻസ് ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള 6 സബ്ജക്റ്റിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 72 ആണ്. അതാണ് നമ്മൾ A-B/6 = 72 എഴുതിയത്. കാരണം ഈ ഒരു സയൻസ് നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എത്ര സബ്ജക്റ്റ് ആണ്? 6 സബ്ജക്റ്റ് ആണ് ഉള്ളത്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് ഈ 7 സബ്ജക്റ്റിന്റെയും കൂടെ സമ്മാണ് എ എന്ന് പറഞ്ഞാൽ. അതിൽ നിന്ന് നമുക്ക് എന്തായാലും സയൻസിന്റെ മാർക്ക് കുറയ്ക്കണ്ടേ, അതാണ് -B എന്ന് എഴുതിയത്. കാരണം നമുക്ക് സയൻസിന്റെ മാർക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സയൻസിന് എത്ര മാർക്ക് കിട്ടിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് എന്റെ വാല്യൂ 75 × 7 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ 75 × 7 ചെയ്തപ്പോൾ നമുക്ക് 525 കിട്ടി. 525 - B ഡിവൈഡഡ് ബൈ 6 = 72 എന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ ഈ 72 × 6 ആയി, ഈക്വൽ ടു ഇപ്പുറത്ത് വന്നപ്പോൾ 72 × 6 ആയി. 72 × 6 എത്രയാ? 432. ഈ 432 എന്ന് പറഞ്ഞാൽ എന്താണ്? 525 - B ആയി. ഓക്കെ, അവിടെ നമുക്ക് B കണ്ടുപിടിച്ചു. കാരണം ഈ B ഇവിടെ -B ആണ്. ഈ -B ഈക്വൽ ടു ഇപ്പുറത്ത് പോയപ്പോൾ +B ആയി. അതുപോലെ തന്നെ ഈ +B ആവുമ്പോൾ എന്താവും? 525 = 432 + B ആവും. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഈ 432 ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുപോയി, അപ്പം മൈനസ് ആയി. 525 - 432 which will be equal to 93. ബിന്റെ വാല്യൂ നമുക്ക് 93 എന്ന് കിട്ടി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ മച്ച് മാർക്ക് ഡിഡ് ഹി ഗെറ്റ് ഇൻ സയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സയൻസിനെ 93 എന്ന് നമുക്ക് കിട്ടി. കാരണം ബി എന്ന് പറഞ്ഞാൽ നമ്മൾ സയൻസിന്റെ മാർക്കാണ് ഇതിൽ നിന്ന് കുറച്ചത്. ഓക്കെ, അപ്പൊ 93 എന്ന് നമുക്ക് സയൻസിന്റെ മാർക്ക് കിട്ടി. ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? ഓക്കെ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ദ ആവറേജ് ഏജ് ഓഫ് 30 സ്റ്റുഡന്റ് ഓഫ് എ ക്ലാസ് ഈസ് 12 years. ആവറേജ് ഏജ് ഓഫ് 30 സ്റ്റുഡൻസ്, 30 സ്റ്റുഡന്റിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ, ആവറേജ് ഏജ് എന്ന് പറഞ്ഞാല് ഒരു ക്ലാസ്സിൽ ടോട്ടൽ 30 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ 30 സ്റ്റുഡൻസിന്റെ ഏജിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 12 വയസ്സാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എത്രയാണ് ഏജ് എന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ 30 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 30 സ്റ്റുഡൻസിന്റെ ഏജ് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമുക്ക് ആവറേജിന്റെ ഫോർമുല അറിയാം. ആവറേജ് ഈക്വൽ ടു സം ഓഫ് ഓൾ ദ ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് എന്നാണ് നമുക്കറിയാം. അപ്പോ ഇവിടെ നമുക്ക് എല്ലാവരുടെയും സമ്മ് അറിഞ്ഞൂടാത്തതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എ ആയിട്ട് എടുത്തു. എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണുള്ളത്? 30 സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പൊ 30 which will be equal to 12 എന്ന് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. അടുത്ത എന്താണ് പറയുന്നത്? ദ ആവറേജ് ഏജ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് 5 സ്റ്റുഡൻസ്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് 5 സ്റ്റുഡൻസിന്റെ 5 സ്റ്റുഡന്റ്, അതായത് ആ ഒരു ക്ലാസ്സിലുള്ള 5 സ്റ്റുഡൻസിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 10 years എന്ന് തന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ ബി എന്ന് എഴുതി. ബി ബൈ ആ ഒരു 5 സ്റ്റുഡൻസിന്റെ ഏജിന്റെ സമ്മം നമുക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ബി എന്ന് എഴുതിയത്. ബി ബൈ
5 എന്ന് പറയുന്നത് 10 ആയിട്ട് എടുത്തു. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 2. അടുത്ത ഇക്വേഷൻ നമ്പർ 3 ആൻഡ് ദാറ്റ് ഓഫ് അനദർ ഗ്രൂപ്പ് ഓഫ് 5 സ്റ്റുഡൻസ്. വേറൊരു 5 സ്റ്റുഡൻസിന്റെ സം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, അതുകൊണ്ട് സി എന്ന് എടുത്തു. അതെന്ന് പറഞ്ഞാൽ അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 14 ഇയേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ടോട്ടൽ എന്ന് പറഞ്ഞാൽ, അതായത് ഈ എ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആണ്. ഈ ഒരു ക്ലാസ്സിലുള്ള 30 സ്റ്റുഡൻസിന്റെയും സം ആണ് ഈ എ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോട്ടൽ സ്റ്റുഡൻസിന്റെ സം ഓഫ് ഏജ് എത്രയാണ്? എ വിൽ ബി ഈക്വൽ ടു 12 into 30 ആയി. ഓക്കെ, അപ്പോ എന്റെ വാല്യൂ എത്രയാണ്? 12 into 30 എത്രയാണ്? 12 into 30 360 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ എ ഈക്വൽ ടു 360 എന്ന് നമുക്ക് കിട്ടി. അപ്പോ ഈ ബി, അതായത് ഈ ഒരു 5 സ്റ്റുഡൻസിന്റെ എത്രയാവും? ബി എന്ന് പറയുന്നത് 5 സ്റ്റുഡൻസിന്റെ എത്രയാവും? 5 into 10 എന്ന് പറഞ്ഞാൽ 50. അടുത്ത് വേറൊരു 5 സ്റ്റുഡൻസിന്റെ എത്രയാണ്? 14 into 5. 14 into 5 നമ്മൾ ചെയ്താൽ 14 into 5 70 കിട്ടി. ഓക്കെ, അപ്പൊ 15 കിട്ടി, 17 കിട്ടി. ഇനി അടുത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ടോട്ടൽ നമുക്ക് 30 സ്റ്റുഡൻസ് ഉണ്ട്. അതില് 10 സ്റ്റുഡൻസിന്റെ നമുക്ക് ഏജിന്റെ സമ്മ് കിട്ടി. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള 20 സ്റ്റുഡൻസിന്റെ ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ ആവറേജ് ഏജ് ഓഫ് ദി റിമൈനിങ് സ്റ്റുഡൻസ്. കാരണം ടോട്ടൽ 30 സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ നമുക്ക് 10 സ്റ്റുഡൻസിന്റെ കിട്ടി. ഇവിടെ ഒരു 5 സ്റ്റുഡൻസിന്റെ ആവറേജ് കിട്ടി, ഇവിടെ ഒരു 5 സ്റ്റുഡൻസിന്റെ ആവറേജ് വഴി നമ്മൾ അവരുടെ ഏജിന്റെ സമ്മ് കണ്ടുപിടിച്ചു. അതായത് 50 + 70. 50 + 70 എത്രയാണ്? 50 + 70 എത്രയാണ്? 120. ഓക്കെ, ഇവരുടെ രണ്ടുപേരുടെയും കൂടെ സം എന്ന് പറഞ്ഞാൽ 120 ആയി. അപ്പൊ ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ ആവറേജിന്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ആവറേജ് ഏജ് ഓഫ് ദി റിമൈനിങ് സ്റ്റുഡന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്തത്? ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ ഏജിന്റെ സം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 360 120 കുറച്ചാൽ പോരെ? ഈ 360 - 120 കുറച്ചാൽ ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ സമ്മ് കിട്ടും. ഓക്കെ, ഏജിന്റെ സമ്മ് കിട്ടും. 360 - 120 എത്രയാ? 360 - 120 240 കിട്ടി. ഓക്കെ, അപ്പോ 240 ആണ് ബാക്കിയുള്ള 20 സ്റ്റുഡൻസ്. കാരണം ഇവിടെ 10 സ്റ്റുഡൻസിന്റെ കിട്ടി, ഇവിടെ 30 സ്റ്റുഡൻസിന്റെ നമുക്കറിയാം. ബാക്കിയുള്ള സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ബാക്കി ടോട്ടൽ നമുക്ക് 20 സ്റ്റുഡൻസ് ആണ് ബാക്കിയുള്ള. അപ്പൊ 240 ഡിവൈഡഡ് ബൈ 20 ചെയ്താൽ ആ ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ ഏജിന്റെ ആവറേജ് കിട്ടത്തില്ലേ? 24 ഡിവൈഡഡ് ബൈ 2 എത്രയാ? 12. ഡൗട്ട് ഉണ്ടോ? അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആവറേജ് ഏജ് ഓഫ് 30 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. 30 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന്റെ എല്ലാവരുടെയും കൂടെ ഏജിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 12 ആണ്. അതാണ് നമ്മൾ a/30 = 12 എന്ന് എഴുതിയത്. അവിടെ നിന്ന് നമുക്ക് എ കിട്ടി. എന്റെ വാല്യൂ എത്രയാ? 360 എന്ന് കിട്ടി. പിന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആവറേജ് ഏജ് ഓഫ് ഗ്രൂപ്പ് ഓഫ് 5 സ്റ്റുഡൻസ്. ഒരു ഗ്രൂപ്പിലുള്ള 5 പിള്ളേരുള്ള ഒരു ഗ്രൂപ്പിലെ അവരുടെ ഏജിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 10 എന്ന് കിട്ടി. അവിടെ നമുക്ക് ബി കിട്ടിയില്ലേ? 50 എന്ന്. അതുപോലെ തന്നെ വേറൊരു 5 സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ 14 ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ 14 ആണ്. അവിടെ നമുക്ക് സി കിട്ടിയില്ലേ? 70. അപ്പൊ ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രയാ? 10 സ്റ്റുഡൻസിന്റെ ആയില്ലേ? 5 പേരുള്ള 2 ഗ്രൂപ്പായി. അപ്പൊ 5 5 10 ആയി. ഓക്കെ, അപ്പൊ ആ 10 ഗ്രൂപ്പിന്റെ സം എന്ന് പറഞ്ഞാൽ 120 കിട്ടി. ടോട്ടൽ സ്റ്റുഡൻസിന്റെ സം എന്ന് പറഞ്ഞാൽ 120 കിട്ടി. നമുക്കറിയാം 30 സ്റ്റുഡൻസ്, അതായത് ആ ഒരു ക്ലാസ്സിലുള്ള ടോട്ടൽ സ്റ്റുഡൻസിന്റെ ഏജിന്റെ സം എന്ന് പറഞ്ഞാൽ 360 ആണ്. ഓക്കെ, അപ്പൊ 360ൽ നിന്ന് ആ ഒരു 10 സ്റ്റുഡൻസിന്റെ കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ സം കിട്ടത്തില്ലേ? അതാണ് 240 വന്നത്. ആ 240 എന്ന് പറഞ്ഞാൽ അവരുടെ ആവറേജ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ 10 സ്റ്റുഡൻസിന്റെ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്റ്റുഡൻസ് എത്രയാണുള്ളത്? 20 സ്റ്റുഡൻസ് ആണ് ബാക്കിയുള്ളത്. കാരണം ടോട്ടൽ 30 ഉണ്ട്, അതിൽ 10 സ്റ്റുഡൻസിന്റെ നമുക്ക് കിട്ടി. ബാക്കിയുള്ളത് 20 സ്റ്റുഡൻസ് ആണ്. ഡിവൈഡഡ് ബൈ 20 ചെയ്തപ്പോൾ നമുക്ക് 12 കിട്ടി. അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് 4 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്.
4 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാല് അവരുടെ ആവറേജ് എന്ന് പറഞ്ഞാല് 27 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം എല്ലാ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2n ഫോമിലാണ്. ഓക്കെ, കാരണം എന്ന് വെച്ചാല് ഇപ്പോ നിങ്ങൾ സപ്പോസ് 2 ഇൻറ്റു എന്നിന് ഇവിടെ 1 കൊടുത്തോ, n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ n എന്ന് പറഞ്ഞാല് നമ്മളിത് നമ്പർ സിസ്റ്റത്തിൽ പഠിച്ചാണ്. നമ്പർ സിസ്റ്റം അതെ, നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് നമ്മള് നമ്പർ സിസ്റ്റത്തിൽ നമ്മളിത് പഠിച്ചായിരുന്നു. ഈവൻ നമ്പർ എങ്ങനെയാണ്, ഓഡ് നമ്പർ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ 2n ആണ് ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പം 4 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ എന്തൊക്കെയായിരിക്കും? ഇവിടെ n നമ്മൾ 1 എടുത്താൽ 2 ആവും. അപ്പൊ 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 ഒരു ഈവൻ നമ്പർ അല്ലേ. അടുത്ത എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ 2 കൊടുത്തു നോക്ക്. 2 ഇൻറ്റു 2 4 ഒരു ഈവൻ നമ്പർ അല്ലേ. അതുപോലെ തന്നെ 3 കൊടുത്തു നോക്ക്. 3 ഇൻറ്റു 2 6 അതൊരു ഈവൻ നമ്പർ ഇല്ലേ. അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് 4 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. കോൺസിക്യൂട്ടീവിന്റെ അർത്ഥം എന്താണ്? അടുപ്പിച്ചുള്ള 4 എന്നാണ് അർത്ഥം. ഇപ്പൊ നമ്മൾ 2 എടുക്കണമെങ്കിൽ അടുത്ത കോൺസിക്യൂട്ടീവ് 4 ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 4 6 8 ആയിരിക്കും. മനസ്സിലായോ? കോൺസിക്യൂട്ടീവിന്റെ അർത്ഥം അതാണ്, അടുത്തുള്ള 4 നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം 2 ആണെന്നുണ്ടെങ്കിൽ പിന്നെ 4 പിന്നെ 6 പിന്നെ 8. അല്ലാതെ 2 എടുത്തതിന് ശേഷം പിന്നെ 6 പിന്നെ 10 അങ്ങനെ എടുക്കാൻ പറ്റൂല. 4 കോൺസിക്യൂട്ടീവിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ആവറേജ് ഓഫ് 4 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആർ 27 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യത്തെ നമ്പർ നമ്മൾ 2n ആയിട്ട് എടുത്തെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? അടുത്ത ഈവൻ നമ്പർ നമ്മൾ എന്തായിരിക്കും? കോൺസിക്യൂട്ടീവ് ആയതുകൊണ്ട് തന്നെ ഓക്കെ 2n പ്ലസ് 2. അതിന്റെ അടുത്ത് എന്തായിരിക്കും? 2n പ്ലസ് 4. അടുത്തതെന്ന് പറഞ്ഞാൽ 2n പ്ലസ് 6. ഓക്കെ, പ്ലസ് 2n പ്ലസ് 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേം എത്രയാണുള്ളത്? 4 ടേംസ് അല്ലേ ഉള്ളത്. ഡിവൈഡഡ് ബൈ 4 വിച്ച് വിൽ ബി ഈക്വൽ ടു 27 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ n കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ 2n പ്ലസ് 2n പ്ലസ് 2n പ്ലസ് 2n. അപ്പൊ എത്രയായി? 2 4 6 8 8n പ്ലസ് 2 പ്ലസ് 4 6 പ്ലസ് 6 12 വിച്ച് വിൽ ബി ഡിവൈഡഡ് ബൈ 4 വിച്ച് വിൽ ബി ഈക്വൽ ടു 27 ആണെന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നമ്മൾ n കണ്ടുപിടിക്കണം. ഇവിടെ നിന്ന് n കണ്ടുപിടിച്ചാൽ എത്ര കിട്ടും? അപ്പൊ 8n പ്ലസ് 2 ഈക്വൽ ടു 27 പ്ലസ് 4. ഓക്കെ, അപ്പൊ 27 into 4 108. ഓക്കെ, 8n പ്ലസ് 12 എന്ന് പറഞ്ഞാല് 108. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് 8n എന്ന് പറഞ്ഞാൽ 108 മൈനസ് 12. 108 മൈനസ് 12 എത്രയാ? 96. ഓക്കെ, അപ്പൊ n എന്ന് പറഞ്ഞാൽ എത്രയാ? 96 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ എത്രയാ? 12. ഓക്കെ, മനസ്സിലായോ? അതാണ് n കിട്ടിയത്. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാ? 2n പ്ലസ് 6 അല്ലേ. ഹലോ, n ആണ് നമുക്ക് കിട്ടിയത്. ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 2n പ്ലസ് 6 അല്ലേ. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് 2 4 6 8 എടുക്കുന്നെങ്കിൽ അതിൽ ഏറ്റവും വലുത് 8 അല്ലേ, ലാസ്റ്റ് നമ്പർ അല്ലേ. അവിടെ ഈ ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാ? 2n പ്ലസ് 6 ആണ്. അപ്പൊ 2 ഇൻറ്റു 12 ഇൻറ്റു 2 എത്രയാ? 24 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 30. ഓക്കെ, ഗ്രേറ്റസ്റ്റ് നമ്പർ 30. കാരണം ഇവിടെ n മാത്രമേ കിട്ടിയുള്ളൂ. നമുക്ക് വേണ്ട ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 2n പ്ലസ് 6 ആണ്. 2 ഇൻറ്റു 12 പ്ലസ് 6 അതെന്ന് പറഞ്ഞാൽ 24 പ്ലസ് 6 അതെന്ന് പറഞ്ഞാൽ 30. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആവറേജ് വെയിറ്റ് ഓഫ് 9 മാംഗോസ് ഇൻക്രീസ് ബൈ 20 gram. ഓക്കെ, 9 മാങ്ങയുടെ ആവറേജ് വെയിറ്റ് 20 gram കൂടും. എപ്പോഴാണ് 20 കൂടുന്നത്? ഇഫ് one of them weighing 120 gram is replaced by another.
120, അതായത് ഈ 9 മാങ്ങ ഉള്ളതില് 120 ഗ്രാം ഉള്ള ഒരു മാങ്ങ മാറ്റി വേറെ ഒരെണ്ണം വച്ചു കഴിഞ്ഞാല് ആദ്യമുള്ള, അതായത് ഈ 9 മാങ്ങയുടെ ആവറേജ് വെയിറ്റിൽ നിന്ന് 20 ഗ്രാം കൂടും. അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ 9 മാങ്ങയുടെ ആവറേജ് വെയിറ്റ് നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മൾ എ ആയിട്ട് എടുത്തു. എ ഡിവൈഡഡ് ബൈ 9 എന്ന് പറഞ്ഞാല് എത്രയാ? നമ്മൾ ഡബ്ല്യു എന്ന് എടുത്തു. കാരണം നമുക്ക് ആ ഒരു ആവറേജ് വെയിറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. അടുത്ത് നമ്മൾ എന്താ ചെയ്തത്? ഈ ഒരു ടോട്ടൽ വെയിറ്റിൽ നിന്ന് 120 ഗ്രാം റീപ്ലേസ് ചെയ്തു, 120 ഗ്രാം കുറച്ചു. ഓക്കെ, റീപ്ലേസ്ഡ് ബൈ അനദർ ചെയ്തു. അപ്പോ എ മൈനസ് 120. അടുത്ത് നമുക്ക് അതിന്റെ വെയിറ്റ് നമുക്ക് അറിഞ്ഞൂടാ, റീപ്ലേസ് ചെയ്യാൻ പോകുന്ന മാങ്ങയുടെ വെയിറ്റ് നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ബി എന്ന് കൊടുത്തു. ഓക്കെ, അതിൽ നിന്ന് കുറച്ചിട്ട് ടോട്ടൽ വെയിറ്റിൽ നിന്ന് നമ്മൾ കുറച്ചിട്ട് ബി നമ്മൾ ആഡ് ചെയ്തു. അപ്പോഴും മാങ്ങയുടെ എണ്ണത്തിൽ കുറവൊന്നും വരുന്നില്ലല്ലോ, 9 തന്നെ ആയിരിക്കുമല്ലോ. വിച്ച് വിൽ ബി ഈക്വൽ ടു ഈ ഡബ്ല്യു നേരത്തെ ഉണ്ടായിരുന്ന വെയിറ്റ് പ്ലസ് 20. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എ കണ്ടുപിടിച്ചൂടെ? എ വിൽ ബി ഈക്വൽ ടു 9W. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ എന് വരെ 9W എന്ന് എഴുതാം. 9W മൈനസ് 120 പ്ലസ് ബി ഡിവൈഡഡ് ബൈ 9 വിൽ ബി ഈക്വൽ ടു W പ്ലസ് 20. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഈ 9 നമ്മൾ ഈക്വൽ ടുന്റെ അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആയി. അപ്പൊ ആ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിനും കോമൺ ആണ്, ഡബ്ല്യുവിനും 20ക്കും കൊടുക്കണം. ഓക്കെ, അപ്പോ 9W മൈനസ് 120 പ്ലസ് ബി വിൽ ബി ഈക്വൽ ടു 9W പ്ലസ് 20 ഇൻറ്റു 9 എത്രയാ? 180. ഓക്കെ, അപ്പൊ ഈ 9W ഈ 9W ക്യാൻസൽ ആയില്ലേ? കാരണം വെച്ചാൽ ഈ 9W ഈക്വൽ ടു ഇപ്പുറത്ത് വന്നാൽ മൈനസ് ആയില്ലേ? അപ്പൊ 9W മൈനസ് 9W എത്രയാ? 0 ഇല്ലേ? അപ്പൊ അത് രണ്ടും ക്യാൻസൽ ആയി പോകും. നമ്മൾ ഇനി അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ബി കണ്ടുപിടിക്കണം. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ എത്രയാ? 180 പ്ലസ് 120. 180 പ്ലസ് 120 എത്രയാ? 300 അല്ലേ? അപ്പോ ആ റീപ്ലേസ് ചെയ്ത മാങ്ങയുടെ വെയിറ്റ് എത്രയാണ്? 300 ഗ്രാം. ദ വെയിറ്റ് ഓഫ് ദ ന്യൂ മാംഗോ വിൽ ബി 300 ഗ്രാം. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ദ ആവറേജ് ഏജ് ഓഫ് ബോയ്സിന്റെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാല് ട്വൈസ് ദി നമ്പർ ഓഫ് ഗേൾസ് ഇൻ എ ക്ലാസ്. അതായത് ഇപ്പൊ ഒരു ക്ലാസ്സില് മൊത്തം 20 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ അതില് ഒരു 10 സ്റ്റുഡൻസ് ബോയ്സും 10 സ്റ്റുഡൻസ് ഗേൾസും ആണ്, അങ്ങനെ വിചാരിച്ചോ. അപ്പൊ അതില് ആവറേജ് ഏജ് ഓഫ് ബോയ്സിന്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് ട്വൈസ് ദി നമ്പർ ഓഫ് ഗേൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 10 നമ്പേഴ്സ് ആണ് ഗേൾസ് ഉള്ളത്. അപ്പോ ആവറേജ് ഏജ് ഓഫ് ബോയ്സ് എന്തായിരിക്കും? പത്ത് ഗേൾസ് ആണ് ഉള്ളത്. അപ്പൊ ആവറേജ് ഏജ് ഓഫ് ബോയ്സ് ഈസ് ട്വൈസ് ദി നമ്പർ ഓഫ് ഗേൾസ്. അപ്പൊ 10 ഗേൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആവറേജ് ഏജ് ഓഫ് ബോയ്സ് എന്താവും? എടാ, ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ആവും. 2 ഇൻറ്റു 10 ആവൂലേ? 20 ആവൂലേ? ട്വൈസ് ദി നമ്പർ ഓഫ് ഗേൾസ് ആവുമ്പോ. ഓക്കെ, അത്രേ ഉള്ളൂ ലോജിക് എന്ന് പറഞ്ഞാല്. ആവറേജ് ഏജ് ഓഫ് ബോയ്സ് ഈസ് ട്വൈസ് ദി നമ്പർ ഓഫ് ഗേൾസ് ഇൻ എ ക്ലാസ്. ഗേൾസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 10 ഗേൾസ് ആണ് ഒരു ക്ലാസ്സിൽ ഉള്ളതെങ്കിൽ ആവറേജ് ഏജ് ഓഫ് ബോയ്സ് എന്താവും? ട്വൈസ് ദി നമ്പർ ഓഫ് ഗേൾസ്. 2 ഇൻറ്റു 10 അതായത് 20 ആവും. ഓക്കെ, അതാണ് ലോജിക്. അടുത്ത നമ്മൾ എന്താ ചെയ്തത്? ദ ആവറേജ് ഏജ് ഓഫ് ബോയ്സ് ഈസ് ട്വൈസ് ദി നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്ര ഗേൾസ് ഉണ്ടെന്ന് ഇവിടെ തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ലെറ്റ് ദി നമ്പർ ഓഫ് ഗേൾസ് ബി നമ്മൾ ജി ആയിട്ട് എടുത്തെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ ആവറേജ് ഏജ് ഓഫ് ബോയ്സ് എന്താവും? ആവറേജ് ഏജ് ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് എത്രയാവും? 2 ഇൻറ്റു ജി ആവൂലേ? 2G ആവും. ഓക്കെ,
അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഇഫ് ദി റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ദ ക്ലാസ് ഈസ് ഓഫ് എ 36 സ്റ്റുഡൻസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറഞ്ഞാൽ 36 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേറൊരു ഇതും കൂടെ എഴുതാൻ പറ്റും. ബോയ്സിന്റെ ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ ബി ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഗേൾസിന്റെ ജി ആണെന്നുണ്ടെങ്കിൽ 36 എന്ന് തന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ബി ആയിട്ട് എടുത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ജി ആയിട്ട് എടുത്തു. അതെന്ന് പറഞ്ഞാൽ 36 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബോയ്സ് ടു ദ ഗേൾസ്. ഓക്കെ, ബോയ്സ് ആൻഡ് ഗേൾസിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:1 ആണ്. ഓക്കെ, അതായത് ബി ബൈ ജി എന്ന് പറയുന്നത് 5/1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ബോയ്സിന്റെ എണ്ണം കണ്ടുപിടിച്ചൂടെ? ബി ഈക്വൽ ടു 5G എന്ന് വന്നു. ഓക്കെ, ബി ഈക്വൽ ടു 5G എന്ന് നമുക്ക് കിട്ടി. ഇത് ഇത്രയും ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കാം. അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഇവിടെ ബിന് 5G എന്ന് കിട്ടി. ഈ ബിനെ നമുക്കെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ ഈ 36-ല്? അപ്പൊ എന്താവും? ബി ഈക്വൽ ടു 5G, ബിന് വരെ നമ്മൾ 5G എഴുതി. 5G പ്ലസ് ജി ഈക്വൽ ടു 36 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് ജി കിട്ടൂലേ? 5G പ്ലസ് ജി എത്രയാ? 6G. 6G ഈക്വൽ ടു 36 എന്ന് കിട്ടി. അവിടെ നിന്ന് ജി കണ്ടുപിടിക്കുമ്പോൾ 36 ഡിവൈഡഡ് ബൈ എത്രയാ? 6. അതെന്ന് പറഞ്ഞാൽ നമുക്ക് 6 കിട്ടത്തില്ലേ? ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോ ആവറേജ് ഏജ് ഓഫ് ബോയ്സ് ഈസ് ട്വൈസ് ദി നമ്പർ ഓഫ് ഗേൾസ്. ഗേൾസിനെ നമ്മൾ ജി ആയിട്ട് എടുത്തു. അപ്പൊ ആവറേജ് ഏജ് ഓഫ് ബോയ്സ് എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ട്വൈസ് ദി നമ്പർ ഓഫ് ഗേൾസ്. ഗേൾസിന്റെ എണ്ണം ജി ആണെന്നുണ്ടെങ്കിൽ ആവറേജ് ഏജ് ഓഫ് ബോയ്സ് എന്ന് പറഞ്ഞാൽ 2G ആയി. അടുത്ത ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇഫ് ദ റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ ക്ലാസ് ഓഫ് 36. ഇൻ എ ക്ലാസ് ഓഫ് 36 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു ക്ലാസിന്റെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 36 സ്റ്റുഡൻസ് ആണ്. അപ്പൊ ബോയ്സ് പ്ലസ് ഗേൾസ് ചെയ്യുമ്പോൾ അല്ലേ 36 ആവുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ 36 എന്ന് തന്നിട്ടുണ്ട്. അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇഫ് ദ റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഈസ് 5:1 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ബി ബൈ ജി, ബോയ്സ് ആൻഡ് ഗേൾസ് ഈസ് 5:1. നമ്മൾ സാധാരണ കഴിഞ്ഞ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ ചെയ്തതല്ലേ? 5/G ഈക്വൽ ടു ബി ബൈ ജി ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 1. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ബി കിട്ടി. ബി ഈക്വൽ ടു 5G ഡിവൈഡഡ് ബൈ 1 ഉണ്ട്. 1 നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ 5G എന്ന് കിട്ടി. അപ്പൊ ഈ ബിനെ എടുത്ത് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അതായത് 5G പ്ലസ് ജി ഈക്വൽ ടു 36 എന്നായി. അവിടെ നമുക്ക് ജിന്റെ വാല്യൂ 6 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത് നമ്മൾ എന്താണ് ചെയ്തത്? ഈ ജി നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഈ ബിന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടും? ബി ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഇതല്ലേ ബി, ഈ ജി നമുക്ക് 6 എന്ന് കിട്ടി. അപ്പൊ നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ്? ബി വിൽ ബി ഈക്വൽ ടു 36 മൈനസ് 6, അതായത് 30 എന്ന് കിട്ടി. കാരണം ഈ ഇക്വേഷന്റെ അകത്ത് നമ്മൾ ആ ജീനെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് ബി വിൽ ബി ഈക്വൽ ടു 36 മൈനസ് ജി എന്ന് പറഞ്ഞാൽ 6 നമുക്ക് കിട്ടി. 36 മൈനസ് 6 അതായത് 30 കിട്ടി. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 30 എന്ന് കിട്ടി. അതുപോലെ തന്നെ ആവറേജ് ഏജ് ഓഫ് ബോയ്സ് എന്ന് പറഞ്ഞാൽ 2G എന്നും നമുക്കറിയാം. അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ബോയ്സിന്റെ ടോട്ടൽ ഏജിന്റെ സമ്മ് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ y ആയിട്ട് എടുത്തെന്ന് വിചാരിച്ചോ. ഓക്കെ, ഏജ് ഓഫ് ബോയ്സ്, സം ഓഫ് ഏജ് ഓഫ് ഓൾ ദ ബോയ്സ് എന്ന് പറഞ്ഞാൽ y ആയിട്ട് എടുത്തെന്ന് വിചാരിച്ചോ. y ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ്? 30. കാരണം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമ്പർ ഓഫ് ബോയ്സ് 30 എന്ന് കിട്ടി. അപ്പോ ഏജിന്റെ സമ്മ നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ നമ്മൾ y ആയിട്ട് എടുത്തു. y ഡിവൈഡഡ് ബൈ 30 വിൽ ബി ഈക്വൽ ടു 2G. ആവറേജ് നമുക്കറിയാം ബോയ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഗേൾസിന്റെ ട്വൈസ് ആണ്. അപ്പൊ 2G എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അടുത്ത് നമ്മൾ എന്താ ചെയ്തത്? ഇതിനെ ഓക്കെ ഒരു കാര്യം ചെയ്താൽ മതി. ഇതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ എക്സ് ഒന്നും എടുത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ വൈന് വരെ എക്സ് ആയിട്ട് എടുക്കുക. എക്സ് ഇവിടെ യൂസ് ചെയ്തിട്ടില്ല, അപ്പൊ നമുക്ക് എക്സ് ആയിട്ട് തന്നെ എടുത്താൽ മതി. എക്സ് ബൈ 30 എന്ന് പറഞ്ഞാൽ 2G എന്ന് നമുക്കറിയാം. അപ്പൊ ജി എത്രയാണ് നമുക്ക് കിട്ടിയല്ലോ? 6 എന്ന്. ഓക്കെ, അവിടെ നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ? അപ്പൊ എക്സ് ബൈ 30 വിൽ ബി ഈക്വൽ ടു 2 into 6, അതായത് എത്രയാ? 6 into 2 എത്രയാ? 12. ഓക്കെ, അടുത്ത് എക്സിന്റെ വാല്യൂ എത്രയാ? 12 into 30. 12 into 30 എത്രയാ? 360. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഈസ് ദ ടോട്ടൽ ഏജ് ഓഫ് ബോയ്സ് എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്?
ടോട്ടൽ ഏജ് ഓഫ് ബോയ്സ് എന്നാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറഞ്ഞാൽ 30. അതെന്ന് പറഞ്ഞാൽ 2G ആണെന്ന് ക്വസ്റ്റ്യനിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. G നമുക്കറിയാം 6 ആണെന്നുള്ളത്. അപ്പോൾ 2 into 6 അതെന്ന് പറഞ്ഞാൽ 12 കിട്ടി. അവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചിടെ, അതായത് ടോട്ടൽ സം ഓഫ് ഓൾ ദി ഏജസ് ഓഫ് ഓൾ ദി ബോയ്സ് അതെന്ന് പറഞ്ഞാൽ നമുക്ക് 360 കിട്ടി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ 360 ആണെന്ന് നമുക്ക് കിട്ടി. അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ദ ആവറേജ് ഏജ് ഓഫ് എ ക്ലാസ് ഈസ് 15.8 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആവറേജ് ഏജ് ഓഫ് എ ക്ലാസ് ഈസ് 15.8. ഒരു ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിന്റെയും കൂടെ ഏജിന്റെ സം എടുത്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ചെയ്തപ്പോ കിട്ടിയ ആവറേജ് എന്ന് പറഞ്ഞാൽ 15.8 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദ ആവറേജ് ഏജ് ഓഫ് ദ ബോയ്സ് ഇൻ ദ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലാസ്സിലെ ബോയ്സിന്റെ മാത്രം ഏജിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 16.4ഉം അതുപോലെ തന്നെ ഗേൾസിന്റെ മാത്രം ഏജിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 15.4 എന്ന് തന്നിട്ടുണ്ട്. 16.4 ബോയ്സിന്റെയും 15.4 ഗേൾസിന്റെയും തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ദ ക്ലാസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ബോയ്സിന്റെ ഗേൾസിന്റെ നമുക്ക് ബിയും ജി എന്നും എടുക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സും അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസിനെ നമ്മൾ ജി എന്ന് എടുത്തു. ഓക്കെ, ബോയ്സിനെ ബിയും ഗേൾസിനെ ജി ആയിട്ട് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഏജ് ഓഫ് ദ ക്ലാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പൊ നമുക്ക് ഏജ് ഓഫ് ദ ക്ലാസ് നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ടോട്ടൽ ഏജ് ഓഫ് ദ ക്ലാസ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അതിനെ നമ്മൾ വൈ ആയിട്ട് എടുത്തെന്ന് വിചാരിച്ചോ. അത് നമുക്ക് തന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ 15.8 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ദ ആവറേജ് ഏജ് ഓഫ് ദ ക്ലാസ് ഈസ് 15.8. ആ ഒരു ക്ലാസ്സിലെ ഈ വൈ എന്ന് പറഞ്ഞാൽ എത്രയാ? ബി പ്ലസ് ജി അല്ലേ? കാരണം എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലേ ഇത്. അതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോയ്സ് പ്ലസ് നമ്പർ ഓഫ് ഗേൾസ് അല്ലേ. അപ്പൊ നമുക്ക് വൈന് ബി പ്ലസ് ജി എന്ന് എഴുതാമല്ലോ. അപ്പൊ നമുക്കിവിടെ ടോട്ടൽ ഏജ് ഓഫ് ദി ക്ലാസ് എന്ന് പറഞ്ഞാല് എക്സ് എന്ന് പറഞ്ഞാല് 15.8 ഇൻറ്റു ബി പ്ലസ് ജി എന്ന് എഴുതിക്കൂടെ? കാരണം ഈ വൈ ഈക്വൽ ടു ഇപ്പുറത്ത് വന്നാൽ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഈ വൈനെ നമുക്ക് ബി പ്ലസ് ജി എന്ന് എഴുതിക്കൂടെ? വൈ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഫ് ദ ക്ലാസ്, അതെന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് അല്ലേ. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ 15.8 ഇൻറ്റു ബി പ്ലസ് ജി, അതായത് ടോട്ടൽ ഏജ് ഓഫ് ദ ക്ലാസ് ആണ് എക്സ് എന്ന് പറഞ്ഞാൽ. അടുത്ത നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏജ് ഓഫ് ദ ക്ലാസ് എന്ന് പറഞ്ഞാൽ 15.8 ബി പ്ലസ് 15.8 ജി എന്ന് കിട്ടി. ഓക്കെ, അടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആവറേജ് ഏജ് ഓഫ് ബോയ്സ്. ഓക്കെ, ആവറേജ് ഏജ് ഓഫ് ബോയ്സിന്റെ ക്ലാസ് ഈസ് 16.4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഏജ് ഓഫ് ദ ബോയ്സ് എന്തായിരിക്കും? കാരണം എന്ന് വെച്ചാൽ ആ ഒരു ബോയ്സിന്റെ മൊത്തം ഏജിന്റെ സമ്മ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് വിൽ ബി ഈക്വൽ ടു ദി ഈ ആവറേജ് എന്നല്ലേ നമുക്ക് അറിയാന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മള് എന്താ പറയാ, വൈ ആണ് ടോട്ടൽ ഏജ് ഓഫ് ദി ടോട്ടൽ സം ഓഫ് ഓൾ ദി ഏജസ് ഓഫ് ബോയ്സ് എന്ന് വിചാരിച്ചോ, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ്. ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് എന്താണ് നമ്മൾ ഇവിടെ എടുത്തത്? ബി ആയിട്ടാണ് എടുത്തത്. ഇതെന്ന് പറഞ്ഞാൽ 16.4 എന്ന് തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, അതുപോലെ തന്നെ ഗേൾസിന്റെയും പറഞ്ഞിട്ടുണ്ട്. ഗേൾസിന്റെ നമ്മൾ സം എന്ന് പറഞ്ഞാൽ ഇസഡ് എന്ന് എടുത്തോ. ഇസഡ് ഡിവൈഡഡ് ബൈ ജി എന്ന് പറഞ്ഞാല് 15.4 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക്
എന്താ വൈയും ബിയും കിട്ടുമല്ലോ. അതായത് സം ഓഫ് ബോയ്സ്, സം ഓഫ് ഏജ് ഓഫ് ഓൾ ദ ബോയ്സ്, സം ഓഫ് ഏജ് ഓഫ് ഓൾ ദ ഗേൾസും കിട്ടൂലേ. അപ്പൊ വൈ എന്ന് പറഞ്ഞാൽ എത്രയാ? 16.4 ബിയും അതുപോലെ തന്നെ സം ഓഫ് ഓൾ ദി ഏജ് ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ 15.4 ജിയും ഒന്ന് കിട്ടി. ഓക്കെ, അടുത്ത നമുക്ക് ഈ ഒരു ഇക്വേഷനും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതാർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹലോ, ആ ഒരു റിലേഷൻ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ ഒരു ഇക്വേഷനും എന്ന് പറഞ്ഞാൽ എടേ സംഭവം സിമ്പിൾ അല്ലേ. അതായത് ആ ഒരു ക്ലാസിന്റെ മൊത്തം ആവറേജ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് ബോയ്സ് പ്ലസ് ആവറേജ് ഓഫ് ഗേൾസ് ആയിരിക്കത്തില്ലേ? ഓക്കെ, അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആവറേജ് ഓഫ് ദാറ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 15.8 ബി പ്ലസ് 15.8 ജി വിച്ച് വിൽ ബി ഈക്വൽ ടു 16.4 ബി പ്ലസ് 15.4 ജി ആയിരിക്കൂലേ. കാരണം എന്ന് വെച്ചാൽ ആ ക്ലാസിന്റെ മൊത്തം ആവറേജ് എന്ന് പറഞ്ഞാല് ഈ രണ്ടിന്റെയും കൂടെ സം ആയിരിക്കത്തില്ലേ? മനസ്സിലായില്ലേ? ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ഏജ് ഓഫ് ഓൾ ദി സ്റ്റുഡൻസ് ഇൻ ദാറ്റ് ക്ലാസ് ആണ്. അതെന്ന് പറഞ്ഞാൽ 15.8 ബി പ്ലസ് 15.8 ജി എന്ന് നമുക്കറിയാം. അതെന്ന് പറഞ്ഞാൽ എന്താണ്? വൈ പ്ലസ് ഇസഡ് അല്ലേ. കാരണം എന്ന് വെച്ചാൽ എക്സ് വിൽ ബി ഈക്വൽ ടു വൈ പ്ലസ് ഇസഡ് ആവും. എന്തുകൊണ്ട്? കാരണം എക്സ് എന്ന് പറഞ്ഞാല് ആ ഒരു ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിന്റെ ഏജിന്റെ ആവറേജിന്റെ സമ്മാണ്. സം ഓഫ് ഏജ് ഓഫ് ഓൾ ദി സ്റ്റുഡൻസ് ഇൻ ദാറ്റ് ക്ലാസ് ആണ് എക്സ് എന്ന് പറഞ്ഞാല്. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഓൾ ഏജ് ഓഫ് ഓൾ ദി സ്റ്റുഡൻസ് ഓഫ് ബോയ്സ് ആണ് വൈ എന്ന് പറഞ്ഞത്. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഏജ് ഓഫ് ഓൾ ദി ഗേൾസ് ഇൻ ദാറ്റ് ക്ലാസ് ആണ്. മനസ്സിലായോ? അതാണ്. അപ്പൊ ഈ രണ്ടും ഈക്വൽ ആകത്തില്ലേ? കാരണം എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റുഡൻസിന്റെ സം എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്റ്റുഡൻസ് ഓഫ് ബോയ്സ് അതുപോലെ ആ ഒരു സ്റ്റുഡൻസിന്റെ സം എന്ന് പറഞ്ഞാൽ ആ ഒരു ടോട്ടൽ സ്റ്റുഡൻസ് ആ ഒരു ക്ലാസ്സിലുള്ള ടോട്ടൽ സ്റ്റുഡൻസിന്റെ ഏജിന്റെ സം എന്ന് പറഞ്ഞാല് ബോയ്സിന്റെയും ഗേൾസിന്റെയും കൂടെ ഏജിന്റെ സം ആയിരിക്കത്തില്ലേ? ഹലോ, ഹലോ, ഹലോ. ഓക്കെ, അപ്പൊ ഇവിടെ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് എന്ന് പറഞ്ഞാൽ 15.8 ബി പ്ലസ് 15.8 ജി. ഓക്കെ, 15.8 ബി പ്ലസ് 15.8 ജി വിച്ച് വിൽ ബി ഈക്വൽ ടു വൈ പ്ലസ് ഇസഡ്. വൈ എന്ന് പറഞ്ഞാൽ എത്രയാ? 16.4 ബി പ്ലസ് ഇസഡ്. ഇസഡ് എന്ന് പറഞ്ഞാൽ എത്രയാ? 15.4 ജി. ഓക്കെ, അടുത്ത നമ്മൾ ബിയും ജിയും രണ്ടും ഒരു സ്ഥലത്താക്കും. അതായത് 15.8 ബി മൈനസ് 16. ഇവിടെ വലുത് 16.4 ആണ്. അപ്പൊ നമുക്ക് ബിനെ ഇപ്പുറത്ത് കൊണ്ടുപോകാം. 16.4 നമുക്ക് നോക്കാം എത്രയാണുള്ളത്. 16.4 മൈനസ് 15.8 ഇതെന്ന് പറഞ്ഞാൽ എത്രയാ? 0.6. 0.6 ബി. അതുപോലെ വൈ നമ്മൾ ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുപോയി. 15.8 മൈനസ് 15.4 വൈ അതെന്ന് പറഞ്ഞാൽ എത്രയാ? 0.4 ജി ആവും. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്ന് പറഞ്ഞാൽ ബി ബൈ ജി ആണ്. ബി ബൈ ജി ആണ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. ഈ ബിയും ഈ ജിയും താഴെ വന്നു കഴിഞ്ഞാൽ എന്താവും? 0.4 ഡിവൈഡഡ് ബൈ 0.6. ഇവിടെയും താഴെയും മുകളിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഡെസിമലിലാണ് കിടക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് നമ്പറിലോട്ട് ആക്കുക. അപ്പൊ 4/6 ആവും. ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് പോയാൽ എത്രയാ? 2/3. ഓക്കെ, 2/3 ആണ് റേഷ്യോ എന്ന് പറഞ്ഞാല്. 2:3 എവിടെ? 2:3 2:3 ഉണ്ട്. 2:3 2:3
So ഇവിടെ none of this 2:3 ഇവിടെ 2:3 ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 2:3 ആണ് കേട്ടോ ഇതിന്റെ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടെ. ഹലോ, ഹലോ, ഓക്കെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ ആവറേജ് ഏജ് ഓഫ് ബോയ്സ്, ഇതല്ലല്ലോ. ഓക്കെ, ദ ആവറേജ് ഏജ് ഓഫ് എ ക്ലാസ് ഈസ് 15.8. അതായത് ഒരു ക്ലാസ്സിലുള്ള ടോട്ടൽ സ്റ്റുഡൻസിന്റെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 15.8 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മളിവിടെ എക്സ് ബൈ വൈ ഈക്വൽ ടു 15.8 എടുത്ത. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് വൈ ആയിട്ട് എടുത്തത്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ടോട്ടൽ സ്റ്റുഡൻസിന്റെ ഏജിന്റെ സമ്മാണ് എക്സ് എന്ന് പറഞ്ഞാൽ. അതെന്ന് പറഞ്ഞാൽ 15.8 എന്ന് നമുക്ക് അറിയാം. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആവറേജ് ഏജ് ഓഫ് ക്ലാസ് ഈസ് 15.8 ഇയേഴ്സ്. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ദി ഏജ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദാറ്റ് ക്ലാസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദാറ്റ് ക്ലാസ്. അതാണ് വൈ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 15.8 എന്ന് നമുക്കറിയാം. അടുത്തെന്ന് പറഞ്ഞാൽ ദ ആവറേജ് ഏജ് ഓഫ് ബോയ്സ് ഇൻ ദാറ്റ് ക്ലാസ്. ആ ഒരു ക്ലാസ്സിലുള്ള ബോയ്സിന്റെ ഏജിന്റെ ആവറേജ് എന്ന് പറഞ്ഞാല് 16.4 എന്നാണ് അറിയാം. അപ്പൊ ആ ഒരു ടോട്ടൽ സം ഓഫ് ഓൾ ദി ഏജ് ഓഫ് ബോയ്സിന്റെയാണ് വൈ എന്ന് എടുത്തത്. കാരണം വെച്ചാൽ ആ ഒരു ക്ലാസ്സില് എത്ര ബോയ്സ് ഉണ്ടോ ആ ബോയ്സിന്റെ ഏജിന്റെ സമ്മാണ് നമ്മൾ വൈ ആയിട്ട് എടുത്തത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ബി ആയിട്ട് എടുത്തു. ഓക്കെ, അതുപോലെ തന്നെ ഗേൾസിന്റെ എന്ന് പറഞ്ഞാല് അവരുടെ ഏജിന്റെ സം എന്ന് പറഞ്ഞാൽ ഇസഡും എടുത്തു. അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ജിയും എടുത്തു. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ 15.4 എന്ന് തന്നിട്ടുണ്ട്. ഈ ബിയും ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലേ. ഈ ബി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദാറ്റ് ക്ലാസ്, ജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദാറ്റ് ക്ലാസ്സും ആണ്. ഓക്കെ, അപ്പൊ ഈ വൈ എന്ന് പറഞ്ഞാൽ വൈന് വരെ നമുക്ക് ബി പ്ലസ് ജി എന്ന് എഴുതിക്കൂടെ? കാരണം എന്ന് വെച്ചാൽ ഈ ബി പ്ലസ് ജി തന്നെയാണ് വൈ എന്ന് പറഞ്ഞാൽ. വൈ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദാറ്റ് ക്ലാസ്. ഈ ബി ജി എന്താണ്? ബി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദാറ്റ് ക്ലാസ്സും അതുപോലെ ജി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദാറ്റ് ക്ലാസ്സും. ഇവർ രണ്ടുപേരും കൂടെ സം ചെയ്യുമ്പോൾ ഈ വൈ ആവുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു 15.8 ഇൻറ്റു വൈ എഴുതി. ഈ വൈന് വരെ നമുക്ക് എങ്ങനെ എഴുതാം? ബി പ്ലസ് ജി എന്ന് എഴുതിക്കൂടെ? അവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു 15.8 ബി പ്ലസ് 15.8 ജി എന്ന് കിട്ടി. അതുപോലെ ഇവിടെ നമുക്ക് സം ഓഫ് ഏജ് ഓഫ് ഓൾ ദ ബോയ്സ് എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു 16.4 ബി എന്ന് കിട്ടി. അതുപോലെ ഇസഡ് ഈക്വൽ ടു 15.4 ജി എന്ന് കിട്ടി. ഇവർ രണ്ടും കൂടെ തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. അതായത് ഈ സം ഓഫ് ഓൾ ദി സ്റ്റുഡൻസ് ഇൻ ദാറ്റ് ക്ലാസ്. ഓക്കെ, സം ഓഫ് ഓൾ സ്റ്റുഡൻസ്, സം ഓഫ് ഏജ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ ദാറ്റ് ക്ലാസ് ആണ് ഈ 15.8 ബി പ്ലസ് 15.8 ജി എന്ന് പറഞ്ഞാൽ. സം ഓഫ് ഓൾ ഏജ് ഇൻ ദാറ്റ് ക്ലാസ് ആണ് ഈ 15.8 ബി പ്ലസ് 15.8 ജി. അതെന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന് ഈക്വൽ ആണ്? ആ ഒരു ബോയ്സിന്റെ ഏജിന്റെ സമ്മും അതുപോലെ തന്നെ ഗേൾസിന്റെ ഏജിന്റെ സമ്മിനും ഈക്വൽ അല്ലേ? അതാണ് എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ഇസഡ് എഴുതിയത്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ഇതും എഴുതുക, വൈന്റെ സ്ഥാനത്തും ഇസഡിന്റെ സ്ഥാനത്തും അതായത് സ്ഥാനത്ത് എഴുതുക. അതാണ് 15.8 ബി പ്ലസ് 15.8 ജി വിച്ച് വിൽ ബി ഈക്വൽ ടു 16.4 ബി പ്ലസ് 15.4 ജി എന്ന് നമ്മൾ എഴുതിയത്. ഓക്കെ, അവിടെ നിന്ന് നമ്മള് എന്ത് കണ്ടുപിടിച്ചു? ബീനെ എല്ലാം ഈക്വൽ ടുവിന്റെ ഒരു സ്ഥാനത്ത് ആക്കി, ജി എല്ലാം ഈക്വൽ ടുവിന്റെ ഒരു സ്ഥാനത്ത് ആക്കി. അപ്പൊ നമുക്ക് ഇങ്ങനെ വന്നു. ഇവിടെ നമുക്ക് എത്ര 0.4 ജി വിൽ ബി ഈക്വൽ ടു 0.6 ബി. നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഷ്യോ ആണ്. അപ്പൊ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഡിവിഷൻ ഫോമിലാണ്. അപ്പം ബി ബൈ ജി എന്ന് എഴുതി. ഓക്കെ, നമുക്ക് ബോയ്സ് ആൻഡ് ഗേൾസിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ബോയ്സ് ടു ദ ഗേൾസ് ആണ്, അതാണ് ബി ബൈ ജി എഴുതിയത്. ഗേൾസ് ടു ദ ബോയ്സ് ആണെങ്കിൽ ജി ബൈ ബി വന്നെ. ഓക്കെ, അപ്പൊ ബി ബൈ ജി എന്ന് പറഞ്ഞാൽ എന്താവും? ഈ ജി ഈക്വൽ ടുന്റെ ഇപ്പുറത്ത് വന്നപ്പോ ഡിവിഷനിലായി, അപ്പൊ ബി ബൈ ജി ആയി. അപ്പൊ ഈ 0.6 ഈക്വൽ ടുന്റെ ഇപ്പുറത്ത് വന്നു, അപ്പൊ ഡിവിഷനിൽ പോയി. അപ്പൊ ബി ബൈ ജി എന്ന് പറഞ്ഞാൽ 0.4 ഡിവൈഡഡ് ബൈ 0.6. അപ്പോ ഈ പോയിന്റ് രണ്ടിന്റെ പോയിന്റ് മാറ്റാൻ വേണ്ടി ഇൻറ്റു 10 ചെയ്തു. ഇൻറ്റു 10 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ചെയ്തു.
അപ്പൊ 0.4 ഇൻറ്റു 10 എന്താണ് 0.4 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 4 ആയി. ഡിവൈഡഡ് ബൈ 0.6 ഇൻറ്റു 10 എന്താണ് 6 ആയി. ഓക്കെ, അപ്പൊ 4/6 ആയി. 4/6നെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2/3 കിട്ടും. അതാണ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:3. അപ്പൊ 2:3 ഈ ഓപ്ഷനിൽ ഡി ആണ് ആൻസർ. ഇവിടെ 4 അല്ല 2 ആണ് വരേണ്ടത്. ഓക്കെ, 2:3 ആണ് ആൻസർ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഹലോ, പറഞ്ഞോളൂ. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായില്ലേ? എടാ, സൗണ്ട് ബ്രേക്ക് ആവണം. നീ ഒന്ന് മെസ്സേജ് ഇട്ടേ. ഓക്കെ ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി. വൈ ഓൾറെഡി എടുത്തെന്നല്ലേ പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. ഈ വൈന് വരെ നിങ്ങൾ ഇവിടെ സി എടുത്തോ. സി എടുത്താലും സി തന്നെയല്ലേ വരാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ സി എടുത്തോ. സി എന്ന് പറഞ്ഞാല് ബി പ്ലസ് ജി. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ പിന്നെ വേറെ ഒന്നും വരുന്നില്ല. ഈ വൈ നമ്മൾ പിന്നെ ഉപയോഗിക്കാനേ പോകുന്നില്ല. ഇവിടെ നിങ്ങൾ സി ആയിട്ട് എടുത്തോ. അപ്പൊ 15.8 ഇൻറ്റു സി. സിന് വരെ നമ്മൾ ബി പ്ലസ് ജി കൊടുത്തു. എന്നാലും ഈ സെയിം സാധനം തന്നെ വരാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? എടാ, ഇവിടെ വൈ നമ്മൾ എടുത്താലും ഈ വൈ നമ്മൾ പിന്നെ ഇവിടെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ സി എടുത്തു കഴിഞ്ഞാലും 15.8 ഇൻറ്റു സി ആവും. ഈ സിന് വരെ നമ്മൾ ബി പ്ലസ് ജി എടുത്തു. അപ്പൊ നമുക്ക് എക്സിന്റെ ഇത് കിട്ടിയല്ലോ. അതുപോലെ ഇവിടെ വൈയും ഇസഡും നമ്മൾ ചെയ്തു. എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ഇസഡ് ചെയ്തു. ബാക്കി സാധാരണ നോർമൽ നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെ. ഇവിടെ നമ്മൾ വൈന് വരെ സി എടുത്താലും മതി. ഓക്കെ, ഈ വൈ നമ്മൾ ഇവിടെ പിന്നെ ഉപയോഗിക്കുന്നില്ല. പിന്നെ നമ്മൾ ബി പ്ലസ് ജിന്റെ ഫോമിലാണ് നമ്മൾ ബാക്കിയെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം സി ആയി എടുക്കാം, ഇഷ്ടമുള്ള എടുക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത് 9ാം ക്വസ്റ്റ്യൻ. 9ാം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് 100 ഒബ്സർവേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ആസ് 40. ഓക്കെ, 100 ഒബ്സർവേഷന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 40 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ നമ്പർ അറിഞ്ഞൂടാ ഏതൊക്കെ ഒബ്സർവേഷൻ ആണെന്നുള്ള. ആ ഒരു 100 ഒബ്സർവേഷൻ ഏതൊക്കെയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എക്സ് ആയിട്ട് എടുക്കും. എക്സ് ബൈ 100 എന്ന് പറഞ്ഞാൽ 40 എന്ന് തന്നിട്ടുണ്ട്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? It was found later on that one of the observation was read wrong. ഒരെണ്ണം ഇതിൽ ഈ ഒരു എക്സിൽ ഈ ഒരു 100 ഒബ്സർവേഷന്റെ വായിച്ചതിൽ ഒരെണ്ണം നമ്മൾ തെറ്റായിട്ടാണ് വായിച്ചത്. ആസ് 83. ഒരെണ്ണം 83 ആയിട്ട് നമ്മൾ മിസ്റീഡ് ചെയ്തു. ഓക്കെ, മിസ്റീഡ് ചെയ്തപ്പോഴത്തേക്കും ആ ഒരു യഥാർത്ഥ നമ്പർ എന്ന് പറഞ്ഞാൽ 53 ആയിരുന്നു. 53 വരെ 83 എന്നാണ് വായിച്ചത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു മിസ്റ്റേക്ക് വന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് മൈനസ് 83. കാരണം എന്ന് വെച്ചാൽ ആ തെറ്റിയ നമ്പർ ഉണ്ടല്ലോ, ആ തെറ്റിയ നമ്പർ നമ്മൾ എന്തായാലും കുറയ്ക്കണം. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ 53 കൂട്ടി. അപ്പോഴും ഈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മാറുന്നില്ലല്ലോ, 100 തന്നെ ആയിരിക്കുമല്ലോ. അതാണ് 100. ദിസ് വിൽ ബി ഈക്വൽ ടു എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 40 ഇൻറ്റു 100. അതെന്ന് പറഞ്ഞാൽ എത്രയാ? 4000. അപ്പൊ എക്സ് ഈക്വൽ ടു 4000. 4000 മൈനസ് 83 പ്ലസ് 53 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ അതിന്റെ കിട്ടൂലേ? അതിന്റെ ആവറേജ് കിട്ടത്തില്ലേ? ഓക്കെ, അപ്പോ 4000 മൈനസ് 83 അതെന്ന് പറഞ്ഞാൽ 3917 ആണ്. അതിന്റെ കൂടെ നമ്മൾ 53 ആഡ് ചെയ്യണം. കാരണം ആ തെറ്റിയ നമ്പർ നമ്മൾ കുറച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള നമ്പർ നമ്മൾ ആഡ് ചെയ്തു. അപ്പം കറക്റ്റ് ആവത്തില്ലേ? ഡിവൈഡഡ് ബൈ
100 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതായത് ആ ആവറേജ് ആണ് പുതിയ ആവറേജ്, അതായത് ആ തെറ്റിയത് മാറ്റിയതിന് ശേഷമുള്ള ആവറേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ 39.7 ആണ്. ഓക്കെ, 39.7 ആണ് ആൻസർ. ഡൗട്ട് ഉണ്ടോ ഇതില്? ഇല്ല. ഓക്കെ, അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ദ ആവറേജ് ഓഫ് 13 റിസൾട്ട്സ്. ഓക്കെ, ആവറേജ് ഓഫ് 13 റിസൾട്ട്സ് ഈ 60. അപ്പൊ അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് ബൈ 13 ഈക്വൽ ടു 60 എന്ന് എഴുതി. ഓക്കെ, അടുത്ത് ഇഫ് ആവറേജ് ഓഫ് ഫസ്റ്റ് 7 റിസൾട്ട്, ആദ്യത്തെ 7 റിസൾട്ടിന്റെ ആവറേജ് എന്ന് പറഞ്ഞാല് 59 തന്നിട്ടുണ്ട്. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് 7 റിസൾട്ടിന്റെ സം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നമ്മൾ നേരത്തെ നമുക്കറിയാം ആവറേജ് എന്ന് പറയുന്നത് സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ആവറേജ് തന്നിട്ടുണ്ട് 59 എന്നുള്ളത്, നമ്പർ ഓഫ് ടേംസും തന്നിട്ടുണ്ട് 7 ആണെന്നുള്ളത്. അപ്പൊ സം എന്തായിരിക്കും? 7 into 59 ആയില്ലേ ആദ്യത്തെ 7 ടേംസിന്റെ. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതിന്റെ ഇത് S1 എന്ന് എടുത്തോ, ഇതുപോലെ A1 അതുപോലെ തന്നെ N. അടുത്തതെന്ന് പറഞ്ഞാല് ആൻഡ് ദാറ്റ് ഓഫ് ലാസ്റ്റ് 7 റിസൾട്ട് ഈസ് 61. അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ A2 ഈക്വൽ ടു സം. അതിന്റെ സം നമുക്ക് അറിയത്തില്ല, അപ്പൊ അതിനെ നമ്മൾ S2 ആയിട്ട് എടുത്തു. S2 ഡിവൈഡഡ് ബൈ N എന്ന് പറഞ്ഞാൽ N ആയിട്ട് തന്നെ, കാരണം 7 ആണ് തന്നിട്ടുള്ളത് രണ്ടിലും. ഓക്കെ, അപ്പൊ S എന്ന് പറഞ്ഞാൽ എത്രയാ? S1 ഇത് S2 എന്ന് പറഞ്ഞാൽ എത്രയാവും? A2 into N ആവും. A2 എത്രയാണ്? ഇവിടെ തന്നിട്ടുള്ളത് 61. 61 ആണ് ഇതിന്റെ ആവറേജ് തന്നിട്ടുള്ളത്. ലാസ്റ്റ് 7 നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ, ഓക്കെ, ആവറേജ് എന്ന് പറഞ്ഞാൽ 61 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ 7. ഓക്കെ, 61 into 7 അതാണ് S2 എന്ന് പറഞ്ഞാല്. അടുത്ത നമുക്കറിയാം ഈ 7th റിസൾട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 7th റിസൾട്ട് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 7th റിസൾട്ട് കണ്ടുപിടിക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട. 7th റിസൾട്ട് കണ്ടുപിടിക്കാൻ സം ഓഫ് ഫസ്റ്റ് ടേം, 7th റിസൾട്ട് എന്ന് പറഞ്ഞാല് സം ഓഫ് ഫസ്റ്റ് 7 ടേംസ്, അതായത് S1 പ്ലസ് സം ഓഫ് ലാസ്റ്റ് 7 ടേംസ്, അതായത് S2 മൈനസ് സം ഓഫ് ഓൾ ടേംസ്. ഓക്കെ, എല്ലാത്തിന്റെയും കൂടെ, അതായത് 13 into 60 അതാണ് എക്സ്. ഓക്കെ, മൈനസ് എക്സ് നമ്മൾ ചെയ്താൽ മതി, ഈ 7th റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ S1 എത്രയാണ്? 7 into 59. 7 into 59 എത്രയാ? 413 പ്ലസ് 427 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 60 into 13. 60 into 13 എത്രയാണ്? 780. ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 7th റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 420 പ്ലസ് 427 മൈനസ് 720 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 413 പ്ലസ് 427 840. 840 മൈനസ് 780 60. ആൻസർ 60 ആണ്. ഡൗട്ട് ഉണ്ടോ? അതായത് ടോട്ടൽ 13 റിസൾട്ട് ഉണ്ട്. ഈ 13 റിസൾട്ടിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 60 ആണ്. നമുക്ക് ആ ഒരു 13 റിസൾട്ടിന്റെ സം അറിയില്ല, അതുകൊണ്ട് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ ആദ്യത്തെ 7 റിസൾട്ടിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 59 തന്നിട്ടുണ്ട്. അപ്പൊ A1 ഈക്വൽ ടു S1 ബൈ N. അവിടെ നിന്ന് നമ്മൾ S1 കണ്ടുപിടിച്ചു. ആദ്യത്തെ 7 റിസൾട്ടിന്റെ സം എന്ന് പറഞ്ഞാല്, ഓക്കെ, S1 അവിടെ നിന്ന് 7 into 59 എന്ന് കിട്ടി. ഓക്കെ, അതുപോലെ ലാസ്റ്റ് 7 ടേംസിന്റെ കിട്ടി സം എന്ന് പറഞ്ഞാൽ 61 into 7 എന്ന് പറഞ്ഞാൽ 427. ഓക്കെ, അത് കിട്ടി. അപ്പോ ഈ 7th റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സം ഓഫ് 7 റിസൾട്ട് ഓഫ് ഫസ്റ്റ് 7 റിസൾട്ട് പ്ലസ് സം ഓഫ് 7 റിസൾട്ട് ഓഫ് ദി ലാസ്റ്റ് 7 റിസൾട്ടും മൈനസ് ഈ ടോട്ടൽ എത്രയുണ്ടോ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ 7th റിസൾട്ട് കിട്ടത്തില്ല. ഓക്കെ, ഹലോ
ഹലോ ഹലോ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇത്രേ ഉള്ളൂ. ആ മനസ്സിലായോ? ഓക്കെ, മനസ്സിലായെന്നാണോ ഇല്ലെന്നാണോ? മനസ്സിലായി. ഓക്കെ ഓക്കെ, സംഭവം വേറൊന്നുമില്ല. ഇത് നിങ്ങൾ നോക്കുക, മൊത്തം 13 ഉണ്ടെന്ന് വിചാരിച്ചോ. 1 1 1 3 4 5 6 7 8 9 10 11 12 13. ഈ 13 നമുക്കറിയാം. അതുപോലെ തന്നെ ഈ ആദ്യത്തെ 7 അറിയാം. 1 2 3 4 5 6 7. ഓക്കെ, ഈ 7 അറിയാം. അതുപോലെ തന്നെ 1 2 3 4 5 6 7. ഈ 7 അറിയാം. ഈ നടുക്കിരിക്കണതില് നമുക്ക് കണ്ടുപിടിക്കേണ്ട. അപ്പോ ഇത് പ്ലസ് ഇത് ചെയ്തിട്ട് ഈ ടോട്ടലിൽ നിന്ന് കുറച്ചാ പോരെ. ഈ ടോട്ടലിൽ നിന്ന് ഇത് പ്ലസ് ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടത്തില്ലേ? അത്രേ ഉള്ളൂ സംഭവം. മനസ്സിലായോ? ആദ്യത്തെ 7 ഇത്, അതുപോലെ തന്നെ അവസാനത്തെ 7 ഇത്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ നടുക്ക് പെട്ട് കിടക്കുന്ന ഇതാണ്. അപ്പൊ ഇതിന് രണ്ടിന്റെയും കൂടെ സമ്മ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഈ 7ാമത്തെന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം നമ്മൾ സമ്മ് ചെയ്യുന്നില്ലേ? ആദ്യത്തെ 7 നമ്മൾ ആഡ് ചെയ്തു, അവസാനത്തെ 7 നമ്മൾ ആഡ് ചെയ്തപ്പോ ഈ നടുക്കുള്ള 2 പ്രാവശ്യം നമ്മൾ സമ്മ് ചെയ്തില്ലേ? മനസ്സിലായില്ലേ? അപ്പോ ഈ ടോട്ടലിൽ നിന്ന് ഈ ടോട്ടലി ഇത് രണ്ടും കൂടെ സമ്മ് ചെയ്തിട്ടുള്ള കുറച്ച് കഴിഞ്ഞാല് ബാക്കി എത്ര വരുന്ന അതായിരിക്കും ഈ 7ാമത്തെ ടേം എന്ന് പറയുന്നത്, 7ാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ അത്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ആൻസർ എന്ന് പറഞ്ഞാൽ 60. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് 11ാമത്തെ ക്വസ്റ്റ്യൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ദ ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് ഈസ് 60. 3 നമ്പറിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 60 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് അതിന്റെ സമ്മ് നമുക്ക് അറിയത്തില്ല. ആ 3 നമ്പറിന്റെ സമ്മ് അറിയില്ല. അതുകൊണ്ട് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോ ഒരു കാര്യം ചെയ്യും, ഇതിനെ എക്സ് ആയിട്ട് എടുക്കണ്ട, നമുക്ക് വേറെ ആവശ്യം വരും എക്സ്. ഓക്കെ, y ആയിട്ട് എടുത്തെന്ന് വിചാരിച്ചോ. ആ 3 നമ്പറിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 60 എന്ന് നമുക്കറിയാം. ഓക്കെ, അതുപോലെ തന്നെ ഇതില് അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് y കിട്ടത്തില്ലേ? y ഈക്വൽ ടു 180 എന്ന് കിട്ടില്ലേ? ആ 3 ടേംസിന്റെയും കൂടെ സമ്മ് എന്ന് പറഞ്ഞാല്, ആ 3 നമ്പറിന്റെ സമ്മ് എന്ന് പറഞ്ഞാല് 180 കിട്ടത്തില്ലേ? y ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 60 ചെയ്ത് കഴിഞ്ഞാൽ സം ഓഫ് ആ 3 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 60 into 3 ആവും. അതായത് 180 കിട്ടത്തില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് ഫസ്റ്റ് നമ്പർ ഈസ് ഡബിൾ ദി സെക്കൻഡ് നമ്പർ. ഓക്കെ, ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ ഡബിൾ ദി സെക്കൻഡ് നമ്പർ ആണ്. രണ്ടാമത്തെ നമ്പറിന്റെ ഡബിൾ ആണ് ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഡബിൾ ദി തേർഡ് നമ്പർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ പോവാം? കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് തേർഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം നമുക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് നമുക്ക് തേർഡിൽ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് നമ്മൾ തേർഡ് നമ്പറിനെ എക്സ് ആയിട്ട് നമ്മൾ എടുത്തെന്ന് വിചാരിച്ചോ. തേർഡ് നമ്പർ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് നമ്പർ എന്താവും? സെക്കൻഡ് നമ്പർ ഈസ് ഡബിൾ ദി തേർഡ് നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തേർഡ് നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ സെക്കൻഡ് നമ്പർ ഈസ് ഡബിൾ ദി തേർഡ് നമ്പർ. അപ്പം സെക്കൻഡ് ഇത് തേർഡ് നമ്പർ ആണ്. ഓക്കെ, തേർഡ് നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അപ്പൊ സെക്കൻഡ് നമ്പർ എന്താവും? ഡബിൾ ദി തേർഡ് നമ്പർ, അതെന്ന് പറഞ്ഞാൽ 2x ആവും. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് നമ്പർ ഈസ് ഡബിൾ ദി സെക്കൻഡ് നമ്പർ. ഈ സെക്കൻഡ് നമ്പറിന്റെ ഡബിൾ ആണ് ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താവും? 2 into 2x ആവും. ഓക്കെ, 2 into 2x എത്രയാ? 4x. നമുക്കറിയാം ഇതിന്റെ മൂന്നിന്റെയും കൂടെ സമ്മ്, ഈ 3 നമ്പറിന്റെയും കൂടെ സമ്മ് എന്ന് പറഞ്ഞാൽ 180 ആണ്. ഓക്കെ, അപ്പൊ എന്താവും? എക്സ് പ്ലസ് 2x പ്ലസ് 4x എന്ന് പറഞ്ഞാല് 180 എന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? 4 plus 2 എത്രയാ?
6 plus 1 7. 7x equal to 180. അപ്പോൾ x equal to 180 divided by 7. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് നമ്പർ എന്താണ്? 4x. അപ്പോൾ 4 into 180 divided by 7. ഇതെന്ത് കിട്ടും? 180 into 4 എത്രയാ? 720. 720 divided by 7. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് if 48m plus 48n equal to 2880 ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് m and n ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ 48 നമുക്ക് കോമൺ ആയിട്ട് എടുത്തു പറയാം. അപ്പം ബാക്കി എന്താവും? m plus n ആവും. ഓക്കെ, ഈക്വൽ ടു 2880 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ m plus n എന്താണ്? 2880 divided by 48 ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ സമം കിട്ടത്തില്ലേ? ഓക്കെ, ഇതിന്റെ സമം കിട്ടില്ലേ? m plus n ന്റെ സമം കിട്ടില്ലേ? 2880 divided by 48, അതായത് 60 കിട്ടി. m plus n നമുക്ക് 60 കിട്ടി. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആവറേജ് ഓഫ് m and n. ആവറേജ് ഓഫ് m and n എന്ന് പറഞ്ഞാൽ എന്താണ്? m plus n divided by 2 ആണ് ചോദിച്ചിരിക്കുന്നത്. m plus n divided by 2 ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ m plus n എത്രയാണ്? 60. 60 divided by 2 എത്രയാണ്? 30. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ആവറേജ് ഇൻകം. ഓക്കെ, ദ ആവറേജ് ഇൻകം ഓഫ് എംപ്ലോയീസ് ഇൻ ആൻ ഓഫീസ്. ഒരു ഓഫീസിലെ എംപ്ലോയീസിന്റെ ആവറേജ് ഇൻകം, അതായത് ഇപ്പൊ ഒരു ഓഫീസിലുള്ള എല്ലാ ആൾക്കാരുടെയും കൂടെ സാലറിയാണ്. ഓക്കെ, അവരുടെ മാസം തോറുള്ള സാലറിയുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ 150 per month ആണ്, 150 രൂപ. അപ്പം നമുക്ക് അറിഞ്ഞുകൂടാ അവരുടെ എല്ലാവരും കൂടെ സാലറിയുടെ സം എത്രയാണ്. അതുകൊണ്ട് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ്, അത് നമ്മൾ വൈ ആയിട്ട് എടുത്തു. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ 150 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാല് ദ ആവറേജ് ഇൻകം ഓഫ് ഓഫീസേഴ്സ് ഈസ്. അപ്പൊ ഒരു ഓഫീസർ ആകുമ്പോൾ അവിടെ ഓഫീസർ കാണും, സാധാരണ ഓഫീസർ അല്ലാത്തവരും കാണും. അപ്പൊ അവിടെ ഉള്ള ഓഫീസേഴ്സിന്റെ സാലറി എന്ന് പറഞ്ഞാല് 450 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ആവറേജ് എന്ന് പറഞ്ഞാൽ 450 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഓഫീസേഴ്സിന്റെ സാലറിയുടെ സം എന്ന് പറഞ്ഞാൽ എയും എടുത്തു, ടോട്ടൽ നമ്പർ ഓഫ് ഓഫീസേഴ്സ് നമ്മൾ സി ആയിട്ട് എടുത്തെന്ന് വിചാരിച്ചോ. അതെന്ന് പറഞ്ഞാൽ 450 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോൺ ഓഫീസേഴ്സിന്റെ 80 ആണ് തന്നിട്ടുണ്ട്. നോൺ ഓഫീസേഴ്സിന്റെ സാലറിയുടെ സം എന്ന് പറഞ്ഞാൽ ബി ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്മള് അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് നോൺ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ഡി ആയിട്ട് എടുത്തെന്ന് വിചാരിച്ചു. അതെന്ന് പറഞ്ഞാൽ 80 എന്ന് തന്നിട്ടുണ്ട്. ഇഫ് ദി നമ്പർ ഓഫ് ഓഫീസേഴ്സ് ഈസ് 14, ഓഫീസേഴ്സിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 40 ആണെങ്കിൽ ഓക്കെ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് നോൺ ഓഫീസേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഓഫീസേഴ്സ് എന്താണ്? സി ആണ് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പൊ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14 എന്ന് നമുക്കറിയാം. ഓക്കെ, സി 14 ആണ്. കാരണം ഇവിടെ തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ഓഫീസേഴ്സ്. ഇഫ് ദ നമ്പർ ഓഫ് ഓഫീസേഴ്സ് 14 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ സം ഓഫ് സാലറീസ് ഓഫ് ഓൾ ദ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ സി, അതെന്ന് പറഞ്ഞാൽ 450 ആണ്. അപ്പൊ അവിടെ നമുക്ക് സി നമുക്ക് 14 എന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോ എ എന്തായിരിക്കും? 450 ഇൻറ്റു സി ആയിരിക്കും. ഓക്കെ, എ ഈക്വൽ ടു 450 ഇൻറ്റു സി. സി എന്ന് പറഞ്ഞാൽ 14. ഓക്കെ, അടുത്തത് നമുക്ക് ഈ വൈ എന്ന് പറഞ്ഞാൽ എന്താവും? അതെന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് അല്ലേ വൈ എന്ന് പറയുന്നത്. ഈ വൈ എന്ന് പറയുന്നത് 14 പ്ലസ് ഡി അല്ലേ?
കാരണം ഡി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോൺ ഓഫീസറാണ്. ഓഫീസർ എന്ന് പറഞ്ഞാൽ 14 നമ്പർ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് കിട്ടി. അടുത്ത നമ്മൾ എന്താണ് ചെയ്തത്? ടോട്ടൽ ഓഫ് ഓഫീസേഴ്സ്. ഓക്കെ, ഈ ഓഫീസേഴ്സിന്റെ, അതായത് ഈ ടോട്ടൽ എംപ്ലോയീസിന്റെ നേരത്തെ നമ്മൾ ചെയ്ത ഒരു ക്വസ്റ്റ്യന്റെ സെയിം ടൈപ്പ് തന്നെ ടോട്ടൽ സാലറി എന്ന് പറഞ്ഞാൽ, അതായത് ആ ഒരു ഓഫീസിലുള്ള എല്ലാവരുടെ സാലറി എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അവരുടെ ടോട്ടൽ സാലറി, അതായത് എക്സ് എന്ന് പറഞ്ഞാൽ 150 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എത്രയാ? 14 പ്ലസ് ഡി. ഇതെന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ഓഫീസേഴ്സിന്റെയും അതുപോലെ തന്നെ ഈ നോൺ ഓഫീസേഴ്സിന്റെയും കൂടെ സമ്മായിരിക്കത്തില്ലേ? നമ്മൾ നേരത്തെ ഏജ് കണ്ടുപിടിച്ച പോലെ തന്നെ. അപ്പൊ എന്താവും ഇത്? എ എന്ന് പറഞ്ഞാല് ഓഫീസേഴ്സിന്റെ സാലറിയുടെ സമ്മാണ്. അപ്പൊ 450 ഇൻറ്റു 14 എ എന്ന് പറഞ്ഞാൽ 450 ഇൻറ്റു 14. 450 ഇൻറ്റു 14 എത്രയാണ്? 6300 ആണ്. പ്ലസ് നോൺ ഓഫീസേഴ്സിന്റെ എന്ന് പറഞ്ഞാൽ സം എന്ന് പറഞ്ഞാൽ സാലറിയുടെ സം എന്ന് പറഞ്ഞാൽ ബി ആണ്. അതെന്ന് പറഞ്ഞാൽ 80 ഡി ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഡി കണ്ടുപിടിച്ചൂടെ? അപ്പൊ ഇവിടെ എന്താവും? 150 ഇൻറ്റു 14. 150 ഇൻറ്റു 14 എത്രയാണ്? 150 ഇൻറ്റു 14 2100. 2100 പ്ലസ് 150 ഡി എന്ന് പറഞ്ഞാല് 6300 പ്ലസ് 80 ഡി. ഓക്കെ, ഈ ഡിനെ നമ്മൾ ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുപോകുന്നു 80 ഡി. ഓക്കെ, അപ്പൊ 150 മൈനസ് 80 എത്രയാണ്? 150 മൈനസ് 80 70. ഓക്കെ, അപ്പോ 70 ഡി എന്ന് പറയുന്നത് 6300 മൈനസ് എത്രയാ? 2100 എന്ന് പറഞ്ഞാൽ എത്രയാ? 4200. 4200. അപ്പൊ ഡി എന്താവും? 4200 ഡിവൈഡഡ് ബൈ 70. അപ്പോ സീറോയും ഈ സീറോയും ക്യാൻസൽ ആയി പോകും. അപ്പോ 60. ഓക്കെ, ഡി എന്ന് പറഞ്ഞാൽ 60 കിട്ടി. ഡി അല്ലേ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് ദി നമ്പർ ഓഫ് നോൺ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ 60 എന്ന് നമുക്ക് എഴുതി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് ആവറേജ് ഇൻകം ഓഫ് എംപ്ലോയീസ് ഇൻ ഓഫീസ് ഈസ് 150. ഒരു ഓഫീസിലുള്ള എല്ലാ എംപ്ലോയീസിന്റെയും കൂടെ ആവറേജ് എന്ന് പറഞ്ഞാൽ 150 തന്നിട്ടുണ്ട്. അപ്പോ നമ്മള് എക്സ് ആയിട്ട് എടുത്തു, അവരുടെ എല്ലാവരുടെയും കൂടെ സാലറിയുടെ സം എന്ന് പറഞ്ഞു, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എംപ്ലോയീസ്. അതെന്ന് പറഞ്ഞാൽ വൈ. ഈ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഓഫീസേഴ്സ് പ്ലസ് നമ്പർ ഓഫ് നോൺ ഓഫീസേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഓഫീസേഴ്സിന്റെ എണ്ണം നമുക്ക് 14 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നോൺ ഓഫീസേഴ്സിനെ നമ്മൾ ഡി ആയിട്ട് എടുത്തു. ഓക്കെ, അടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ, അപ്പൊ അവരുടെ ഓഫീസേഴ്സിന്റെ മാത്രം സാലറിയുടെ സം എന്ന് പറഞ്ഞാൽ എ ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ അവരുടെ ടോട്ടൽ നമ്പർ ഓഫ് സ്ട്രെങ്ത്, അവരുടെ ഓഫീസേഴ്സ് മാത്രം സി നമ്പർ ഉണ്ട്. ഈ സി എന്ന് പറഞ്ഞാൽ എത്രയാ? 14 ആണ് നമ്പർ ഓഫ് ഓഫീസേഴ്സ്. അതെന്ന് പറഞ്ഞാൽ 450. അതുപോലെ തന്നെ സെയിം നമ്പർ സം ഓഫ് നോൺ ഓഫീസേഴ്സിന്റെ സാലറിയുടെ സം എന്ന് പറഞ്ഞാൽ ബി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് നോൺ ഓഫീസേഴ്സ് ഡി ആയിട്ട് എടുത്തു. ഇതെന്ന് പറഞ്ഞാൽ 18 കിട്ടി. അപ്പോ ഇതിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഈ വൈ എന്ന് പറഞ്ഞാൽ 14 പ്ലസ് ഡി ആണ്. കാരണം എന്ന് വെച്ചാൽ ആ ഓഫീസിലുള്ള എല്ലാ എംപ്ലോയീസ് എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഓഫീസേഴ്സ് പ്ലസ് നമ്പർ ഓഫ് നോൺ ഓഫീസേഴ്സ് ആണ്. അതാണ് 14 പ്ലസ് ഡി വന്നത്. ഓക്കെ, അപ്പോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് സം ഓഫ് ഓൾ സാലറീസ് ഓഫ് ഓൾ എംപ്ലോയീസ് ആണ്. അതെന്ന് പറഞ്ഞാൽ 150 ഇൻറ്റു 14 പ്ലസ് ഡി ആണ്. കാരണം y ഈക്വൽ ടു 14 പ്ലസ് ഡി ആണ്. ഈ y ഈക്വൽ ടു ഇപ്പുറത്ത് നോക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അങ്ങനെയാണ് 150 ഇൻറ്റു 14 പ്ലസ് ഡി വന്നത്. വിച്ച് വിൽ ബി ഈക്വൽ ടു ആ ഓഫീസേഴ്സിന്റെ സാലറിയുടെ സം പ്ലസ് ആ അവിടുത്തെ നോൺ ഓഫീസേഴ്സിന്റെ സാലറിയുടെ സം കൂടെ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 2100 പ്ലസ് 150 ഡി വിച്ച് വിൽ ബി ഈക്വൽ ടു 6300 പ്ലസ് 80 ഡി എന്ന് കിട്ടി. അവിടെ നമുക്ക് ഡി കിട്ടി. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് നോൺ ഓഫീസേഴ്സ് ആണ്. അതെന്ന് പറഞ്ഞാൽ 60 ആണ്. ഓക്കെ, അപ്പൊ ആൻസർ എത്ര കിട്ടി? 60 കിട്ടി. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഹലോ,
മനസ്സിലായോ? മനസ്സിലാക്കി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ദ ആവറേജ് ഓഫ് 50 നമ്പർ ഈസ് 38. 50 നമ്പറിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 38. സാധാരണ നമ്മൾ ചെയ്യും പോലെ എക്സ് ബൈ 50 ഈക്വൽ ടു 38 എന്ന് നമുക്കറിയാം. ഓക്കെ, അടുത്ത നമ്മൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ടു നമ്പേഴ്സ് നെയിംലി 45 ആൻഡ് 55 ആർ ഡിസ്കാർഡഡ്. ഓക്കെ, അപ്പൊ ഈ ടോട്ടൽ സമ്മിൽ നിന്ന് ഈ 45 55 ആയിട്ടുള്ള നമ്പർ ഉണ്ട്. ഈ എക്സിന്റെ അകത്ത് തന്നെ 45 ഉണ്ട്, 55 ഉണ്ട്, വേറെ കുറെ നമ്പേഴ്സ് ഉണ്ട്. മൊത്തം 50 നമ്പേഴ്സ് ഉണ്ട്. ഈ 50 നമ്പേഴ്സിന്റെയും കൂടെ സമ്മാണ് എക്സ് എന്ന് പറയുന്നത്. ഈ എക്സിൽ നിന്ന് ഈ 45 55 നമ്മൾ കുറച്ചു. ഓക്കെ, അതാണ് എക്സ് മൈനസ് 45 പ്ലസ് 55. കുറയ്ക്കുമ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചതിന് ശേഷമുള്ള ആവറേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എക്സ് മൈനസ് 45 പ്ലസ് 55 ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ആവും ബാക്കി? അപ്പൊ ഇത് രണ്ടും കൂടെ കുറച്ച് കഴിഞ്ഞാൽ മൊത്തം 50 നമ്പർ ഉണ്ട്. ഈ രണ്ട് നമ്പറും കൂടെ കുറച്ചു, ബാക്കി എത്ര നമ്പർ ഉണ്ട്? 48. എത്ര? മൈനസ്. ബാക്കി എത്ര നമ്പർ ഉണ്ടെന്ന് ആദ്യം 50 ഉണ്ടായിരുന്നു. ഓക്കെ, 48. ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ? ഈ 48 ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ആവറേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 38 into 50. അതെന്ന് പറഞ്ഞാൽ എത്രയാ? 38 into 50 1900. ഓക്കെ, ഈ 1900 മൈനസ് 45 പ്ലസ് 55 എത്രയാ? 100. ഓക്കെ, ഡിവൈഡഡ് ബൈ 48 ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1900 മൈനസ് 1800 ഡിവൈഡഡ് ബൈ 48, 37.5. ഓക്കെ, 37.5 ആണ് ആൻസർ. അതായത് ടോട്ടല് 50 നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിന്റെ സമ്മം എന്ന് പറഞ്ഞാൽ എക്സ്, അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 38 തന്നിട്ടുണ്ട്. അടുത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 45 55 ഈ നമ്പേഴ്സ്, ഈ 50 നമ്പേഴ്സിലെ 45 55 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. ഈ 45 55 കുറച്ച് കഴിയും. ഈ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ടോട്ടലിൽ നിന്ന് 45 പ്ലസ് 55 നമുക്ക് കുറയ്ക്കണ്ടേ? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ അപ്പൊ എത്രയാവും? ടോട്ടൽ 50 ഉണ്ടായിരുന്നു, ഈ രണ്ടും കൂടെ കുറച്ചപ്പോൾ 48 ആയി. അത് എത്രയാണ് ചോദിച്ചിട്ടുള്ളത്? അപ്പോ 1900 മൈനസ് 100 ഡിവൈഡഡ് ബൈ 48. എക്സ് എന്ന് പറഞ്ഞാൽ 1900. അതെങ്ങനെ വന്നെന്ന് അറിയാമോ? എക്സ് ഈക്വൽ ടു 38 into 50. അപ്പൊ 1900 മൈനസ് 100 ഡിവൈഡഡ് ബൈ 48 എന്ന് പറഞ്ഞാൽ 37.5. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ മോട്ടോറിസ്റ്റ് ട്രാവൽസ് ടു എ പ്ലേസ് ഓഫ് 150 കിലോമീറ്റർ എവേ. ഒരു മോട്ടോറിസ്റ്റ്, ഓക്കെ, ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഒരാള് ട്രാവൽ ടു എ പ്ലേസ് ഓഫ് 150 കിലോമീറ്റർ എവേ അറ്റ് എ ആവറേജ് സ്പീഡ് ഓഫ് 50 കിലോമീറ്റർ പെർ അവർ. 50 കിലോമീറ്റർ പെർ അവറിലെ 150 കിലോമീറ്റർ ആണ് ഈ ഒരു ബൈക്ക് ഓടിച്ച ഒരാൾ പോയത്. ഓക്കെ, 150 കിലോമീറ്റർ പെർ അവർ ആണ് ടോട്ടൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പൊ 150 കിലോമീറ്റർ ഉണ്ട്. ഈ 150 കിലോമീറ്ററില് പോകാൻ നമുക്ക് 5 മണിക്കൂർ എടുത്തെന്ന് വിചാരിച്ചു. ഈ 5 മണിക്കൂറില് ആദ്യത്തെ മണിക്കൂർ 45 കിലോമീറ്റർ പെർ അവർ വെച്ചാണ് ഓടിച്ചത്. പിന്നെ 50 വെച്ച് ഓടിച്ചു. പിന്നെ 48 സ്പീഡിൽ വെച്ച് ഓടിച്ചു. അങ്ങനെ 5 മണിക്കൂറില് പല പല സ്പീഡിലാണ് ഓടിച്ചത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ 50 തന്നിട്ടുണ്ട്. അപ്പോ തിരിച്ച് റിട്ടേൺ ചെയ്തപ്പോൾ ഈ 150 കിലോമീറ്റർ പോയ ആള് വീണ്ടും തിരിച്ച് 150 കിലോമീറ്റർ തിരിച്ചു വരണ്ടേ?
അത് വന്നപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 30 km/h എന്നാണ് വന്നത്. അപ്പോ ഹിസ് ആവറേജ് സ്പീഡ് ഫോർ ദ ഹോൾ ജേർണി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഉള്ള അതിന്റെ ആവറേജ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഫോർമുല അറിയാം. ആവറേജ് സ്പീഡിന് ഒരു ഫോർമുല ഉണ്ട്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാല് ടോട്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടോട്ടൽ ടൈം. അതുപോലെ തന്നെ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്. ഓക്കെ, സ്പീഡാണ് ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആവറേജ് സ്പീഡ് ഫോർ ദി ഹോൾ ജേർണി. ഹോൾ ജേർണി ആകുമ്പോഴത്തേക്കും മൊത്തം കിലോമീറ്റർ എത്രയാവും? അങ്ങോട്ട് പോകാൻ 150 km, തിരിച്ചു വരാൻ 150 km. ഓക്കെ, അപ്പൊ എത്രയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ആവുന്നത്? അപ്പം 300. ഓക്കെ, 300 ഡിവൈഡഡ് ബൈ, കാരണം അങ്ങോട്ട് പോകാൻ 150, തിരിച്ചു വരാൻ 150, 150 പ്ലസ് 150 300 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം കണ്ടുപിടിക്കാൻ എങ്ങനെ? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അങ്ങോട്ട് പോകാൻ എടുത്ത ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 150 ആണ്. ഓക്കെ, ടോട്ടൽ 150 ഡിവൈഡഡ് ബൈ എത്ര km/h പോയത്? 50. ഓക്കെ, പ്ലസ് ഇങ്ങോട്ട് വരാൻ എത്ര ടോട്ടൽ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നത്? 150 ഡിവൈഡഡ് ബൈ എത്ര സ്പീഡിലാവുന്നത്? 30. ഇത് നമ്മളിത് കണ്ടുപിടിക്കണം. 300 ഡിവൈഡഡ് ബൈ 150 ഡിവൈഡഡ് ബൈ 50 പ്ലസ് 150 ഡിവൈഡഡ് ബൈ 30. ഇത് മനസ്സിലായോ എങ്ങനെയാവുന്നത്? ഇവിടെ ചോദിച്ചിരിക്കുന്ന ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര? അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് വരാനും കൂടെ 300 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ എത്ര ടൈം എടുത്തോ അതുപോലെ തന്നെ തിരിച്ചു വരാൻ എത്ര ടൈം എടുത്തു. ഓക്കെ, അപ്പൊ ടോട്ടൽ ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അങ്ങോട്ട് പോകാൻ എടുത്ത ഡിസ്റ്റൻസ് എത്രയാണ്? 150 ഡിവൈഡഡ് ബൈ സ്പീഡ് എത്രയായിരുന്നു? 50. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരാൻ എത്രയായിരുന്നു? 150 ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പീഡ് എത്രയായിരുന്നു? 30 ആയിരുന്നു. അപ്പോ ഇത് രണ്ടും, അതായത് ഇവിടെ ടോട്ടൽ ടൈമാണ്. ഓക്കെ, ഈ ടോട്ടൽ ടൈമാണ് അങ്ങോട്ട് പോകാൻ എടുത്ത ടൈം പ്ലസ് ഇങ്ങോട്ട് വരാൻ എടുത്ത ടൈം. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ചെയ്യുമ്പോൾ എത്ര കിട്ടും? 300 ഡിവൈഡഡ് ബൈ 150 ഡിവൈഡഡ് ബൈ 50, 30, 3, 300 divided by 3 plus 5, 3 plus 5, 80. Okay, about 300 divided by 80, 87.5 ആണ് ആൻസർ. കാരണം 150 divided by 50 ചെയ്യുമ്പോൾ 3 കിട്ടും. അതുപോലെ തന്നെ 150 divided by 30 ചെയ്യുമ്പോൾ 5 കിട്ടും. അപ്പൊ 3 plus 5 എത്രയാണ്? 8. ഈ 8 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം ആണ്. ഓക്കെ, 300 divided by 8 അതെന്ന് പറഞ്ഞാൽ 37.5. മനസ്സിലായോ? ഹലോ, 2ab divided by ആൻസർ കിട്ടൂലേ? 2 into ab, 2 into a എന്ന് പറഞ്ഞാൽ ഏതാ ഉദ്ദേശിച്ചത്? മൈക്ക് ഓൺ ചെയ്തോ പറഞ്ഞു. രണ്ട് സ്പീഡ്, ഒരു സ്പീഡ് എ ഒരു സ്പീഡ് ബി എടുത്താൽ കിട്ടൂലേ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഓക്കെ, നീ ഇത് സിമ്പിൾ മെത്തേഡ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ഓക്കെ, അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ടോട്ടൽ ജേർണിക്കുള്ള ടോട്ടൽ ആവറേജ് സ്പീഡ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ 150, ഇങ്ങോട്ട് വരാൻ 150. 150 പ്ലസ് 150 300 നമുക്കറിയാം.
ടോട്ടൽ ടൈം എന്താണ്? അങ്ങോട്ട് പോകാൻ എടുത്ത ടൈം പ്ലസ് ഇങ്ങോട്ട് വരാൻ എടുത്ത ടൈം. ഈ ടൈം എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അവർ തന്നിട്ടുള്ള ഡിസ്റ്റൻസ് അങ്ങോട്ട് പോകാൻ 150 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് തന്നത്. അതുപോലെ തന്നെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോ അവിടെ നമുക്ക് ടൈം കിട്ടും, ടോട്ടൽ ടൈം കിട്ടും. ഓക്കെ, അപ്പൊ 150 ഡിവൈഡഡ് ബൈ 50 ചെയ്തപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ടൈം കിട്ടി. പ്ലസ് ഇങ്ങോട്ട് വരാനുള്ള എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് 150 ആണ്, ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ 30. ഈ രണ്ടും കൂടെ സം ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടൽ ടൈം നമുക്ക് കിട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോകാനുള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വരാനുള്ളത്. ഓക്കെ, അപ്പോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 300 ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. ഏറ്റവും സിമ്പിൾ മെത്തേഡ്. പിന്നെ നമുക്ക് 2a വരുന്നില്ല, ലോജിക്കലി കറക്റ്റാണ്. ഓക്കെ, ലോജിക്കലി നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോഴും ലോജിക്കലി ചിന്തിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, പല മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ നമ്മള് ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, അപ്പോ ലോജിക്കലി ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എളുപ്പമായിട്ട് തോന്നുന്നത്. ആർക്കും അങ്ങനെ തോന്നുന്നുള്ളൂ. ചിലപ്പോ ചിലവർക്ക് ഈസി വേറെ മെത്തേഡ് തോന്നും. വെച്ചാൽ അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക. ഓക്കെ, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങളുടെ കഴിഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യാം. 1.5 മണിക്കൂറായി. Last 16th question എന്ന് പറഞ്ഞാൽ the average age of 30 students is 9 years. Okay, അപ്പോ ആവറേജ് ഏജ് ഓഫ് 30 സ്റ്റുഡൻസ്, 30 സ്റ്റുഡൻസിന്റെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പൊ നമുക്ക് അവരുടെ ഏജിന്റെ സമ്മറിനുണ്ട്, അതുകൊണ്ട് എക്സൈറ്റ് എടുത്തു. ടോട്ടൽ 30 സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 9 തന്നിട്ടുണ്ട്. അടുത്ത if the age of their teacher is included, അവരുടെ ഈ ഏജിന്റെ ഇതിന്റെ കൂടെ ഈ എക്സിന്റെ കൂടെ ടീച്ചറിന്റെ ഏജ് കൂടെ ആഡ് ചെയ്തെന്ന് വിചാരിച്ചു. ടീച്ചറിന്റെ ഏജ് നമുക്ക് അറിഞ്ഞൂടാ, ബൈ ആയിട്ട് എടുത്തു. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 30 വരില്ല, 31 ആവും. കാരണം എന്തുകൊണ്ട്? ടീച്ചറിന്റെ ഏജ് കൂടെ നമ്മൾ ടീച്ചറിനെ കൂടെ ആഡ് ചെയ്തു, അപ്പൊ 31 ആയി. അപ്പോ ഉള്ള ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ബിക്കംസ് 10 years. ഇഫ് ദ ഏജ് ഓഫ് ദ ടീച്ചർ ഇസ് ഇൻക്ലൂഡഡ് ഇറ്റ് ബിക്കംസ് 10 years. ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 10 years ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടീച്ചറിന്റെ ഏജ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ? എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 9 into 30 അത്ര 270. ഓക്കെ, 270. അപ്പൊ 270 പ്ലസ് y ഡിവൈഡഡ് ബൈ 31 ഈക്വൽ ടു 10. ഈ 10 into 31 എത്രയാ? 310. 270 പ്ലസ് y ഈക്വൽ ടു 310. ഓക്കെ, അപ്പൊ y എന്താവും? 310 മൈനസ് 270, അതുപോലെ എത്രയാ? 14. ഓക്കെ, അപ്പൊ ടീച്ചറുടെ ഏജ് നമുക്ക് കിട്ടി 14 ആണ്. ടീച്ചറുടെ ഏജ് എന്ന് പറഞ്ഞാൽ 40 ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രേ ഉള്ളൂ. അപ്പൊ ബാക്കി നമുക്ക് നാളെ നോക്കാം. ഇന്ന് ഞാൻ മൊത്തം എടുത്തിരുന്നെങ്കിൽ 3 മണിക്കൂർ എടുത്താണ്, 3 കൂടുതൽ എടുത്താണ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈകിട്ട് ചെയ്യാം. ഇത്ര പേരേ ഉള്ളൂ. 100 എത്ര പേരുള്ളതാണ്? വെറും എത്ര പേര്? 8 പേര്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്തായാലും ആവശ്യമുള്ളവർക്ക് പഠിപ്പിക്കും, ആവശ്യമില്ലാത്തവർ വേണമെങ്കിൽ പഠിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇത് റെക്കോർഡ് വീഡിയോ അതിൻ്റെ അകത്തില്ല. ഓക്കെ, അപ്പം ഭയങ്കര ചെയ്യാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. Okay, thank you. Good night.